അപ്പോൾ എല്ലാവർക്കും വീണ്ടും ലീഡ് കോർപ്പ് ഹ്യൂമൻ സൊല്യൂഷൻസിന്റെ മറ്റൊരു ഫ്രീ ഇന്ററാക്റ്റീവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല തിരക്കുകളും ഫാമിലി ടൈമും ഒക്കെ മാറ്റി വെച്ചിട്ട് കുറേയേറെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സന്തോഷം. ഞങ്ങളെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ശേഷം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ലീഡ് കോർപ്പ് ഹ്യൂമൻ സൊല്യൂഷൻസ് കോർപ്പറേറ്റ് ട്രെയിനിങ്ങിലും കോച്ചിങ്ങിലും വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. കോർപ്പറേറ്റ് ഓർഗനൈസേഷൻസിന് വേണ്ടി അതുപോലെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന് വേണ്ടിയൊക്കെ ഞങ്ങൾ ടീം ബിൽഡിംഗ്, കോൺഫിഡൻസ്, കൊളാബറേഷൻ, എംപതി, പ്രോബ്ലം സോൾവിങ് അങ്ങനെ പല തീമുകളിലുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇൻബൗണ്ട് ട്രെയിനിങ്ങും ഔട്ട്ബൗണ്ട് ട്രെയിനിങ്ങും കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ ലീഡേഴ്സിന് വേണ്ടി, ബിസിനസ് ലീഡേഴ്സ് അല്ലെങ്കിൽ മറ്റു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ലീഡേഴ്സിനും പ്രൊഫഷണൽസിനും വേണ്ടിയിട്ട് 1-on-1 കോച്ചിങ്സ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. ലൈഫിൽ, വർക്കിൽ, ബിസിനസ്സിൽ കൂടുതൽ ക്ലാരിറ്റി കൊണ്ടുവരാനും കോൺക്രീറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് എടുത്ത് മുന്നോട്ട് പോകാനും ഹെൽപ്പ് ചെയ്യുന്ന, ലൈഫിലും ബിസിനസ്സിലും കരിയറിലും ക്ലാരിറ്റി കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന കോച്ചിങ് പ്രോഗ്രാംസ് ഞങ്ങൾ ഓഫർ ചെയ്യാറുണ്ട്. അതുകൂടാതെ ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം വർഷത്തിൽ 1-2 തവണ ആളുകളെ ട്രെയിനേഴ്സ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, ഞങ്ങൾ ചെയ്യുന്ന പോലെ ട്രെയിനിങ്സ് ചെയ്യാനായിട്ട്, ട്രെയിനേഴ്സ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ട്രെയിൻ ദ ട്രെയിനർ പ്രോഗ്രാംസ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഔട്ട്ബൗണ്ട് ട്രെയിനർ ആകാൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻബൗണ്ട് ട്രെയിനർ ആകാൻ ഹെൽപ്പ് ചെയ്യുന്ന 2 രൂപത്തിലുള്ള ട്രെയിൻ ദ ട്രെയിനർ പ്രോഗ്രാംസ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇത്രയാണ് ലീഡ് കോർപ്പ് ഹ്യൂമൻ സൊല്യൂഷൻസിനെ കുറിച്ച് വളരെ ചുരുക്കത്തിൽ. ഇന്ന് നമ്മുടെ സെഷൻ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എങ്ങനെ എൻഹാൻസ് ചെയ്യാം, എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അതുപയോഗിച്ച് നിങ്ങൾക്ക് കൂടുതൽ വർക്ക് എങ്ങനെ കണ്ടെത്താം. നിങ്ങൾ ട്രെയിനിങ് ബിസിനസ്സിലാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു കൈൻഡ് ഓഫ് ഫ്രീലാൻസർ ആണെങ്കിൽ, ക്രിയേറ്റീവ് പ്രൊഫഷണൽ ആണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ വർക്കിലേക്ക് എങ്ങനെ എത്താം, നിങ്ങളുടേതായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി എങ്ങനെ ബിൽഡ് ചെയ്യാം, അതിനൊക്കെ പറ്റുന്ന രൂപത്തിൽ ലിങ്ക്ഡിൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് കമറുദ്ദീൻ KP ആണ്. അദ്ദേഹം ലീഡ് കോർപ്പ് ഹ്യൂമൻ സൊല്യൂഷൻസിന്റെ കോഫൗണ്ടർ ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിംഗ്, നിമാസ്, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ അഡ്വഞ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് നിമാസ്. അവിടെ നിന്ന് 1 മന്ത് മൗണ്ടനിയറിംഗ് പ്രോഗ്രാം, മൗണ്ടനിയറിംഗ് സർട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത ആളാണ്. ഇന്ത്യയിലെ വൺ ഓഫ് ദ ലീഡിംഗ് ഔട്ട്ബൗണ്ട് ട്രെയിനേഴ്സ് ആണ്. ലിങ്ക്ഡിനും അതുപോലെയുള്ള മറ്റ് വിഷയങ്ങളും, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു വിഷയങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഓൺലൈനിൽ മാതൃഭൂമിയുടെ പ്രീമിയം കോളംസ് എഴുതുന്ന കോളമിസ്റ്റ് ആണ്. ഇപ്പോൾ കൂടുതലായിട്ടും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കോളംസ് ആണ് റീസെന്റ് മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളത്. കമറുദ്ദീനാണ് നമ്മൾക്ക് വേണ്ടി ഇന്ന് ഈ സെഷൻ ചെയ്യുന്നത്. എൻ്റെ പേര് വിനീത് വിന്നി എന്നാണ്. ഞാനും ലീഡ് കോർപ്പ് ഹ്യൂമൻ സൊല്യൂഷൻസിന്റെ കോഫൗണ്ടർ ആണ്. ഞാൻ കൂടുതലായിട്ട് ഇൻബൗണ്ട് ട്രെയിനിങ്ങും പേഴ്സണൽ കോച്ചിങ്ങിലുമാണ് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. കൂടാതെ IIM കോഴിക്കോടിന്റെ സ്മാർട്ട് ശ്രീ എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു ബിസിനസ് ഇൻക്യുബേഷൻ പ്രൊജക്ടിന്റെ ബിസിനസ് ഗ്രോത്ത് മെന്റർ കൂടിയാണ്. നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ പരിചയപ്പെടാമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഫെസിലിറ്റേറ്റർ കമറുദ്ദീനെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം എല്ലാ പാർട്ടിസിപ്പൻസിനെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. Thank you, Vineet. Thank you for the introduction and good evening and welcome everybody once again. എല്ലാവരും ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പം ഇന്നത്തെ പ്രോഗ്രാം ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യാൻ കാരണം, ഞാനൊരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നൊരു ആളല്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ട് ലിങ്ക്ഡിനെ കുറിച്ചൊരു പ്രോഗ്രാം ചെയ്യുന്നു എന്ന് വെച്ചാൽ, കുറച്ച് കാലമായിട്ട് ആക്റ്റീവായിട്ട് ലിങ്ക്ഡിൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നത് കോർപ്പറേറ്റ് ട്രെയിനിങ് ഫീൽഡിലാണ്. പക്ഷെ നമ്മുടെ ഒരു മേജർ പ്രൊജക്ടുകളൊക്കെ വരാറുള്ളത് ലിങ്ക്ഡ് ത്രൂ ആണ്. അപ്പം ആ പ്ലാറ്റ്ഫോം ഒന്ന് കുറച്ച് കൂടുതൽ ആളുകൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. പലരും ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന ചില ആളുകൾ ഒട്ടും ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഞാനൊരു പോള് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അപ്പൊ അതിൽ ചില ആളുകൾ ഒട്ടും ലിങ്ക്ഡിൻ പ്രൊഫൈലേ ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളുണ്ട്. വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പൊ അവർക്ക് ഞാൻ പേഴ്സണലി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് അതിന് മെസ്സേജ് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പൊ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ചില ആളുകൾ ലിങ്ക്ഡിൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്, പിന്നീട് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. പിന്നെ ചില ആളുകൾ വളരെ ചെറിയ രീതിയിൽ എപ്പോഴെങ്കിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. പിന്നെ വളരെ ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ വളരെ കുറച്ച് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ചെറിയ രീതിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ആളുകളാണ് കൂടുതലായിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ളത്. അപ്പൊ മെയിൻലി ഞാൻ ആ ഒരു ഗ്രൂപ്പിനൊന്ന് ഈ ഒരു സെഷനിൽ കുറച്ച് കൂടുതലായിട്ടൊന്ന് ഫോക്കസ് ആ ഏരിയയിൽ ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട്
ഒന്ന് ഇന്ററാക്റ്റീവ് ആവാൻ വേണ്ടി ഒരു ഹലോ, എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് കുറച്ച് ആളുകൾ, ഒരു 5-6 പേരുണ്ടെങ്കിലും പേര് വിളിച്ചുകൊണ്ട് ഒരു ഹലോ, ഹായ്, എന്തെങ്കിലും ഗുഡ് ഈവനിങ്ങോ നമസ്കാരം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തന്നായിരിക്കും Hi, good തോന്നുന്നുണ്ട്. evening, എല്ലാവരും കൂടെ Kamru. Hi, സൗണ്ട് good ഉണ്ടായിക്കോട്ടെ, evening. നോയ്സ് Hello, ഉണ്ടായിക്കോട്ടെ. Kamru. Good evening. Hello, Durga ma'am. Hi, ഹായ് Kamru. Good evening. Good evening. ഹായ് Good evening, നൗഷാദ്, Kamru. Hello, Naushad sir. Good evening. ഹായ് സിയ, Hello, Sir, sir. good Good evening. evening. സിയാവിൽ ഹക്ക്. Hi, sir. Hi, sir. Good evening. Hi, everybody. എല്ലാവരും Good 5 evening. പേരുടെങ്കിലും പേര് വിളിച്ചോളൂ. Bashda. Hello. ഹായ് ശ്രുതി, ഹായ് വസന്തകുമാർ, Hi, hello, good evening. Hi, everyone. Kamarudin Good sir, Namaste. good evening. evening. Vinay sir, good evening. Durga ma'am, good ഹായ് evening. സബ്രീന Good മാം. evening, Good evening. Rashmi. Good evening. Yeah, Rashmi. Happy to see you. Happy to see you too. ഓക്കെ, ഗുഡ്. അപ്പൊ നേരത്തെ പരിചയമുള്ളവരെ കണ്ടുമുട്ടുന്നുണ്ട് ഇവിടെ. Good evening, sir. Good evening, all. ഹായ്, ഗുഡ് ഈവനിങ്. നിങ്ങൾ ചാറ്റ് വിൻഡോയിലും നിങ്ങൾ ഒന്ന് ടൈപ്പ് ജസ്റ്റ് പേരൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിടാം. ഓക്കെ, ഗുഡ്. താങ്ക് യു ഫോർ ദാറ്റ്. നമ്മളേത് സെഷൻ തുടങ്ങുമ്പോൾ നമ്മളൊന്ന് കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്ന് ഇന്ററാക്റ്റീവ് ആക്കുന്നത് നന്നായിരിക്കും. മറ്റേത് ഞാനൊരു മെഷീനോട് സംസാരിക്കുന്ന രീതിയിലാവുമ്പോൾ നമുക്ക് അത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു ഫോർ ദാറ്റ്. ഇനി ഇപ്പോ നമ്മുടെ വോയിസ് ക്ലിയർ ആണ്, മ്യൂട്ട് അൺമ്യൂട്ട് വോയിസ് എല്ലാം ക്ലിയർ ആണ്. അപ്പൊ ഇനി അടുത്തത് നമുക്കൊന്ന് റെഡിയാക്കാനുള്ളത് നമ്മുടെ ചാറ്റ് വിൻഡോ ആണ്. നിങ്ങളിപ്പോ ജോയിൻ ചെയ്യുന്നത് എവിടെ നിന്നാണ്? നിങ്ങളുടെ സിറ്റി ഒന്ന് ടൈപ്പ് ചെയ്താൽ, ഒന്ന് ചാറ്റ് വിൻഡോയിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടണം, വിച്ച് സിറ്റി യു ആർ ജോയിനിങ് ഫ്രം. ഒന്ന് എവിടെ നിന്നൊക്കെ ജോയിൻ? എറണാകുളത്ത് നിന്ന്, കോട്ടക്കൽ, എറണാകുളം, കാലിക്കറ്റ്, സൗദി അറേബ്യ, ബാംഗ്ലൂർ ഉണ്ട്, ഇടുക്കി, തിരൂർ, മഞ്ചേരി, യെസ്, കായംകുളം, യെസ്, കൊച്ചി, എറണാകുളം, സൗദി, യെസ്, സൗദി. പുറത്തുനിന്ന് ഒരുപാട് പേര് സൗദിയാണ്, ഖത്തർ ഉണ്ട്, യെസ്, പാലക്കാട്. താങ്ക് യു ഫോർ ദാറ്റ്. ഗുഡ്. കാലിക്കറ്റ്, പാലക്കാട്. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു ഫോർ ഷെയറിംഗ് ദാറ്റ്. നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കുറച്ച് സമയം ഇതിനെ കുറിച്ച് ഞാൻ പറയാം, അതിനുശേഷം നിങ്ങൾക്കുള്ള ഡൗട്ടുകളൊക്കെ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോ എന്റെ കൂടെ വിനീതും കൂടെ ഉണ്ട്. ഞാൻ അപ്പോ ചില സമയത്ത് വിനീത് ഒന്ന് ഇടപെട്ടാൽ സന്തോഷം. അപ്പൊ ഇനി വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നവരൊന്ന് വീഡിയോ ഓൺ ആക്കിയാൽ നന്നായിരുന്നു. മാക്സിമം പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ആക്കിയാൽ എല്ലാവരും കൂടെ കണ്ടുകൊണ്ട് സെഷൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ ദാറ്റ്. ഗുഡ്. ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത് ട്രെയിനിങ് സെക്ടറിലാണ്. അപ്പം നമുക്ക് എപ്പോഴും ഒരു ട്രെയിനിങ് റിക്വയർമെന്റ് ഒക്കെ വരുന്ന സമയമാണെങ്കിൽ ഒരു കമ്പനി ചോദിക്കാം നമുക്കൊരു ട്രെയിനർ വേണമെന്ന് പറയുമ്പോൾ, നമ്മൾ ആളുടെ പ്രൊഫൈൽ കൊടുത്താൽ അല്ലെങ്കിൽ ട്രെയിനർ റെഫർ ചെയ്യുന്ന സമയത്ത് അവർ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ആളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലാണ്. ഓക്കെ, കാരണം ആ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ടാണ് അവര് വിളിക്കണോ വിളിക്കണ്ടെന്നൊക്കെ പലപ്പോഴും തീരുമാനിക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മളും പലപ്പോഴും പല ട്രെയിനിങ്ങിനും നമ്മളെ എൻക്വയറി ചെയ്യുന്ന ആളുകൾ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അയക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. അപ്പൊ ഒരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോം, പ്രൊഫഷണൽ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ ജോലി തരാൻ സാധിക്കുന്ന ആളുകളായിട്ട് കണക്ട് ചെയ്യാനും നമ്മുടെ ഫീൽഡിലെ പ്രൊഫഷണൽസ് ആയിട്ട് കണക്ട് ചെയ്യാനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ജോബ് ആപ്ലിക്കേഷൻസിൽ നമ്മൾ CV തയ്യാറാക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ ഫുട് പ്രിന്റ് ആണ് യഥാർത്ഥത്തിൽ ഈ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു സംഗതിയാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇതിന്റെ ഒരു ഗുണങ്ങളും ദോഷങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന ആളുകളാണ്. ഒരു ദിവസം കുംഭമേള നടക്കുന്ന സ്ഥലത്ത് മാല വിറ്റുകൊണ്ട് നടന്നിരുന്ന ഒരു പെൺകുട്ടി ഒറ്റ ദിവസം കൊണ്ട് സെലിബ്രിറ്റി ആയിട്ട് മാറുന്നത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയന്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇത്രയും സോഷ്യൽ മീഡിയ അധികം പ്ലാറ്റ്ഫോമുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഒരു ജസ്റ്റിൻ സാക്കോ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. പുള്ളി ഒരു നല്ലൊരു കരിയറിൽ ഇരിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹം യൂറോപ്പിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് ഫ്ലൈറ്റ് കയറി. അപ്പൊ ഫ്ലൈറ്റ് കയറിയ സമയത്ത് ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് ഒരു ട്വീറ്റ് ചെയ്യാണ്, ഞാൻ ആഫ്രിക്കയിലേക്കാണ് പോകുന്നത്, അപ്പം എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് എയ്ഡ്സ് ഒന്നും വരില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനത്തെ ഒരു രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ട ശേഷം അദ്ദേഹം ഫോണ് പിന്നെ ഫ്ലൈറ്റ് മോഡിലായി, നെറ്റ്വർക്ക് ഒന്നും ഇല്ലാതായി പോയി. പക്ഷെ അദ്ദേഹം ഇറങ്ങുന്ന ഒരു 3-4 മണിക്കൂറിന്റെ ഉള്ളിൽ ആ പോസ്റ്റ് അങ്ങോട്ട് വൈറലായി പോവുകയും ലോകം മുഴുവൻ ഹാസ് ജസ്റ്റിൻ സാക്കോ ലാൻഡഡ് എന്ന പേരിൽ ഹാഷ്ടാഗുകൾ വരികയും ആ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ ഈ സാക്കോയുടെ ജോലി പോവുകയും, ജോലിയുടെ ഭാഗമായിട്ടാണ് പോകുന്നത്. സാക്കോ അവിടെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ പോലീസ് ഇടപെട്ട് അറസ്റ്റ് ചെയ്തു.
അദ്ദേഹത്തിന്റെ ലൈഫ് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിലേക്ക് പോയിട്ടുള്ള സിറ്റുവേഷൻ ഒറ്റ ട്വീറ്റ് കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഗ്രോ ചെയ്യാനും പെട്ടെന്ന് തളർന്നു പോകാനും ഒക്കെ കാരണമാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നിങ്ങളെ പേര് പറ്റുകയാണെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങളെ പേര് സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പൊ എന്താണ് കിട്ടുന്നതെന്ന് നോക്കും. നിങ്ങൾ 2 സിസ്റ്ററിന്റെ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ തന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പേര് എങ്ങനെയാണോ നിങ്ങൾ സാധാരണ പ്രൊഫൈലിൽ നിങ്ങളെ പേര് ഉപയോഗിക്കാറ് ആ രീതിയിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. എന്താണ് നിങ്ങളുടെ വിസിബിലിറ്റി എത്രത്തോളം ഉണ്ട്, എന്താണ് കിട്ടുന്നത് നോക്കുക. ഞാൻ ഇടയ്ക്ക് എന്റെ പേര് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും ഫസ്റ്റ് ആയിട്ട് കിട്ടാറ് എന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലാണ് ആദ്യമായിട്ട് കിട്ടാറുള്ളത്. ഞാൻ കൊടുക്കുന്ന കമറുദ്ദീൻ KHAMARUDHEN എന്ന രീതി, കമറുദ്ദീൻ KP എന്നുള്ള രീതിയിലാണ് എന്റെ പ്രൊഫൈലുകളിൽ ഞാൻ പേര് കൊടുക്കാറുള്ളത്. പക്ഷെ എന്നെ സെർച്ച് ചെയ്യുന്ന സമയത്ത് വെബ്സൈറ്റിനേക്കാളും ഒക്കെ ഏറ്റവും മുകളിലായിട്ട് നിൽക്കുന്നത് ലിങ്ക്ഡിൻ ആണ്. ഇപ്പോൾ ലിങ്ക്ഡിനിൽ ചിലപ്പോൾ അത്ര ആക്റ്റീവ് ആയിട്ടില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടിക്കോളണമെന്നില്ല. യെസ്, താങ്ക് യു ഫോർ ദാറ്റ്. അപ്പോൾ പിന്നെ പേര് സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് റിസൾട്ട് തന്നെ വരുന്നത് ലിങ്ക്ഡിൻ പ്രൊഫൈലാണ് എന്റെ പേര് സെർച്ച് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്. രണ്ടാമത് വരുന്നത് ഞാൻ മാതൃഭൂമിയിൽ ചെയ്യുന്ന ആർട്ടിക്കിളാണ്. മൂന്നാമത് ധനം മാഗസിനിൽ ചെയ്യുന്ന ആർട്ടിക്കിൾസ് ആണ് വരുന്നത്. പിന്നീട് യൂട്യൂബ് ചാനലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഒക്കെ അതിനുശേഷമാണ് വരുന്നത്. ഞാൻ പബ്ലിഷ് ചെയ്ത ബുക്ക് ഉണ്ട് ആമസോൺ, അത് വരുന്നുണ്ട്. പക്ഷെ ഏറ്റവും ഫസ്റ്റ് വരുന്ന റിസൾട്ട് ലിങ്ക്ഡിനിലെ റിസൾട്ട് ആണ്. ഇനി ഫോട്ടോസ് ഒക്കെ നോക്കി ഇമേജസ് സെർച്ച് ചെയ്യുകയാണെങ്കിലും ചിലപ്പോൾ ആദ്യം വരുന്ന ഫോട്ടോ മിക്കവാറും യെസ് എന്റെ ലിങ്ക്ഡിനിലെ പഴയ പ്രൊഫൈൽ പിക്കാണ് ആദ്യം തന്നെ വരുന്നത്. അപ്പം നമ്മളെ സെർച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മളെ കണക്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ഈ സെർച്ചിൽ നമ്മൾ ഇത്രയും വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വെബ്സൈറ്റിലൊക്കെ ഒരുപാട് ക്യാഷ് കൊടുത്ത് വെബ്സൈറ്റ് ഒക്കെ ഡിസൈൻ ചെയ്ത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ സെർച്ചിൽ ഇത്രയും മുകളിൽ വരിക. ഇതിൽ തന്നെ ഈ കാണുന്ന റിസൾട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ലിങ്ക്ഡിനിലെ റിസൾട്ടുകളും അതിലിട്ടിരിക്കുന്ന പോസ്റ്ററുകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡിജിറ്റൽ ഫുട് പ്രിന്റ് ആണ്. ആ ഒരു ഡിജിറ്റൽ ഫുട് പ്രിന്റിന് ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ ലിങ്ക്ഡിൻ പലരും പറയാറുണ്ട് ഞാൻ ലിങ്ക്ഡിൻ കുറെ ആയിട്ട് ഉപയോഗിക്കുന്നു, പ്രത്യേകിച്ച് അങ്ങനെ അവസരങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കാറുണ്ട് പക്ഷെ ലിങ്ക്ഡിൻ ത്രൂ പ്രോഗ്രാംസ് ഒന്നും വരാറില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പം ലിങ്ക്ഡിൻ വെറുതെ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് ബിസിനസ്സോ അല്ലെങ്കിൽ ജോലി ഓപ്പർച്യൂണിറ്റീസോ ഒന്നും വരണമെന്നില്ല. വളരെ ആക്റ്റീവായിട്ട് ആ ലിങ്ക്ഡിൻ പ്രൊഫൈല് സ്ട്രോങ് ആണെങ്കിലാണ് അതിലൂടെ നമുക്ക് എൻക്വയറീസും ഒക്കെ വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, അഥവാ നമ്മുടെ ഒരു ബ്രാൻഡ് ബിൽഡിങ്ങും കൂടെ നടക്കുകയാണ് ലിങ്ക്ഡിൻ വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്നത്. നമ്മൾ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആരാണ് ഇതിന്റെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. നമ്മളെ കുറിച്ച് സംസാരിക്കുന്നത്, നമ്മളില്ലാത്ത സമയത്ത് നമ്മളെ കുറിച്ച് സംസാരിക്കുന്നത് എന്താണോ അതാണ് നമ്മുടെ ബ്രാൻഡ്. ഓക്കെ, ഇപ്പോ രശ്മിയെ കുറിച്ച് ബാക്കിയുള്ളവർ രശ്മി ഇല്ലാത്ത സമയത്ത് എന്താണ് സംസാരിക്കുന്നത്, ദാറ്റ്സ് രശ്മിസ് ബ്രാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഈ നമ്മൾ സെർച്ച് ചെയ്യുന്നതും നമ്മൾ അസാന്നിധ്യത്തിലായിരിക്കും, നമ്മുടെ സാന്നിധ്യത്തിൽ അവർ സെർച്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് ദാറ്റ്സ് അവർ ബ്രാൻഡ്. അപ്പോൾ ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോം നമ്മളെ ബ്രാൻഡ് ബിൽഡിങ്ങിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റൽ ഫുട് പ്രിന്റ്സ് കൂട്ടാനും വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒരു ചോദ്യം, വേറെ എന്തൊക്കെ യൂസേജസ് ആണ് ലിങ്ക്ഡിൻ ഉള്ളതെന്ന്. അതിൽ ഒന്ന്, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ജോബ് സെർച്ചിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോംസ് ആണ്. പക്ഷെ ഞാൻ ഇന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ജോബ് സെർച്ച് റിലേറ്റഡ് അല്ല. ഓക്കെ, ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ഫ്രീലാൻസർ ആണെങ്കിൽ ഒന്ന് എഫ് എന്നൊന്ന് ചാറ്റ് വിൻഡോയിൽ ഒന്ന് ടൈപ്പ് ചെയ്യണം. അതല്ല നിങ്ങളൊരു ജോബ് സീക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു ജെ എന്നൊന്ന് ടൈപ്പ് ചെയ്യണം. ജോബ് സീക്കിങ്ങിനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജെ എന്ന് ടൈപ്പ് ചെയ്യാം. ഫ്രീലാൻസർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലി ഉപയോഗിക്കുന്ന മറ്റു രീതി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ എഫ് എന്നും ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂടുതൽ ആളുകളും യെസ് ഫ്രീലാൻസർ രണ്ടും ജോബ് സീക്കേഴ്സ് ഉണ്ട്. കുറച്ച് ആ കാര്യങ്ങളും കൂടെ ഞാൻ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലിങ്ക്ഡിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ, ഒന്ന് ജോബ് സീക്ക് ചെയ്യാൻ ഏറ്റവും പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ഏറ്റവും നല്ല കമ്പനികളെല്ലാം റിക്രൂട്ട് ചെയ്യുന്നത് ലിങ്ക്ഡിൻ ത്രൂ ആണ്. ഒരുപാട് സാധ്യതകൾ ലിങ്ക്ഡിൻ ത്രൂ ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തത്, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ ബ്രാൻഡ് ഡെവലപ്മെന്റിന് ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ
ഇപ്പോ ഞാനൊരു ട്രെയിനിങ് ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ട്രെയിനിങ് ഫീൽഡിലുള്ള മറ്റാളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ, അങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരുപാട് കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളെ പ്രൊഫഷനിലുള്ള ആളുകളെ പലപ്പോഴും ശത്രുക്കളായിട്ടും ആ രീതിയിലൊക്കെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടാണ് കാണുക. ശരിക്കും കൊളാബറേഷൻ ഒരുപാട് സാധ്യതകളുണ്ട് നമ്മുടെ മേഖലയിലുള്ള. അപ്പൊ ഞാൻ ചെയ്യുന്നത് ഞാൻ ഔട്ട് ബൗണ്ട് ട്രെയിനിങ്ങിലാണ്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ട്രെയിനിങ്ങിലാണെങ്കിൽ മറ്റ് കോർപ്പറേറ്റ് ട്രെയിനേഴ്സിനെല്ലാം കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നത്, അവരുടെ നേച്ചർ ഓഫ് വർക്ക് എന്താണ്, ചിലപ്പം അവരുടെ ഷെയറിങ്സ് ഉണ്ടാവും, ആ ഷെയറിങ്സ് കാണാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ കൊളാബറേഷൻ സാധ്യതകൾ ഉണ്ടാവും. അപ്പൊ ഞാൻ ഡൽഹിയിലുള്ള ഒരു ട്രെയിനറെ കണക്ട് ചെയ്തു. അപ്പൊ ഡൽഹിയിലുള്ള ട്രെയിനർക്ക് കേരളത്തിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്കത് കണക്ട് ചെയ്ത് തരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ. ഇപ്പൊ ഞാനൊരു 5 വർഷം മുൻപൊക്കെ ഞാൻ കൂടുതലായിട്ട് സ്കൂളുകളിലെ സ്റ്റുഡൻസ് ട്രെയിനിങ്ങും കോളേജിലെ സ്റ്റുഡൻസ് ട്രെയിനിങ് ഒക്കെയാണ് കൂടുതൽ ചെയ്തിരുന്നത്. പിന്നീട് ഔട്ട് ബൗണ്ട് ട്രെയിനിങ്ങും മൗണ്ടനിയറിംഗ് പോലെയുള്ള കാര്യങ്ങൾ പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത ശേഷം എന്റെ പ്രൊഫൈലിൽ മാറ്റങ്ങൾ വരുത്തി. ഔട്ട് ബൗണ്ട് ട്രെയിനർ എന്നുള്ള വെച്ചു, കോർപ്പറേറ്റ് ട്രെയിനർ എന്നുള്ള ടൈറ്റിൽ വെച്ചു. അപ്പൊ ഒരു ദിവസം ഒരു കോള് കിട്ടാണ്. അപ്പൊ അവര് കോൾ ചെയ്ത് ചോദിച്ചത്, കേരളത്തിൽ ഒരു ഔട്ട് ബൗണ്ട് ട്രെയിനിങ് ഉണ്ട്, അപ്പൊ ഞങ്ങൾ ഔട്ട് ബൗണ്ട് ട്രെയിനർ ഇൻ കേരള സെർച്ച് ചെയ്തപ്പോൾ അവർക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് ലിങ്ക്ഡിൽ നിന്ന് കിട്ടിയിട്ടാണ്. അങ്ങനെയാണ് എന്റെ ഫസ്റ്റ് കോർപ്പറേറ്റ് ട്രെയിനിങ് പ്രോഗ്രാം എനിക്ക് വരുന്നത്. അപ്പൊ അന്ന് ഞാൻ സാധാരണ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു എമൗണ്ടിന്റെ ഏകദേശം ഒരു 5 times 6 times ഹയർ എമൗണ്ട് ആണ്. അന്ന് ഞാൻ വെറുതെ ഒരു എമൗണ്ട് പറഞ്ഞതാണ്, മറ്റേ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് പോലെ ഈ പോവുകയാണെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ ഒരു എമൗണ്ട് പറഞ്ഞതായിരുന്നു. അപ്പൊ ഒരു ബിഗ് എമൗണ്ട് ആയിരുന്നു അന്ന്. അത് പറഞ്ഞപ്പോൾ ഒറ്റയടിക്ക് അവര് അത് ഓക്കെ പറഞ്ഞു. കാരണം കോർപ്പറേറ്റ്സിൽ ആ എമൗണ്ട് അത്ര വലിയൊരു എമൗണ്ട് അല്ല. പക്ഷെ അത് നമ്മളൊരു സ്കൂളിലാണെങ്കിൽ ആ ഒരു എമൗണ്ട് ചിലപ്പോൾ ചില പ്രോജക്റ്റുകളിൽ അതാണ്. അപ്പൊ അവർക്ക് തരാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഉണ്ടാവാം. അപ്പം നമ്മൾ ഡിഫറെന്റ് ഫീൽഡിലേക്കൊക്കെ മാറി പോകുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിസിബിലിറ്റി കൂടാൻ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ എൻ്റെ ഒരു ഫസ്റ്റ് കോർപ്പറേറ്റ് ട്രെയിനിങ് പ്രോജക്റ്റ് വന്നത് ലിങ്ക്ഡിൻ ത്രൂ ആണ്. ഇപ്പോഴും വരാനുള്ള പ്രീമിയം പ്രോജക്റ്റുകൾ മിക്ക പ്രോഗ്രാംസും വരാറുള്ളത് ലിങ്ക്ഡിൻ ത്രൂ ആണ് വരാറുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക്, നമ്മുടെ ബ്രാൻഡ് പോലുള്ള കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ലേണിംഗിന് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ലിങ്ക്ഡിൻ ലേണിംഗ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ലിങ്ക്ഡിൻ ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് യെസ് ടൈപ്പ് ചെയ്യാം. ലിങ്ക്ഡിൻ ലേണിംഗ് എന്ന് പറയുന്ന ആപ്പ്. ലിങ്ക്ഡിൻ ലേണിംഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഒരുപാട് കോഴ്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ചില കോഴ്സസ് സർട്ടിഫിക്കേഷൻസ് മാത്രം പെയ്ഡ് ആയിരിക്കും, ചില കോഴ്സസ് അബ്സല്യൂട്ട്ലി പെയ്ഡ് ആയിരിക്കും. ഇനി പെയ്ഡ് ആയ കോഴ്സ് തന്നെ ചിലപ്പോൾ 1-2 തവണ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 24 hours അല്ലെങ്കിൽ 1 weekനോ ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഓപ്പൺ ആക്കി തരാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അതിന് ഫ്രീ ആയിട്ട് തന്നെ ഒരുപാട് കോഴ്സുകളുണ്ട്. യെസ്. അപ്പോൾ 1-2 പേര് ലിങ്ക്ഡിൻ ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ലിങ്ക്ഡിൻ ലേണിംഗ് ആപ്പ് വഴി ഒരുപാട് കോഴ്സുകൾ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ഇൻഡസ്ട്രിയിൽ എന്താണ് നടക്കുന്നതെന്ന് പറയാൻ പറ്റും. നമ്മൾ ഏത് മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത് ആ വർക്കിൽ ആ ഏരിയയിലുള്ള ഏറ്റവും പുതിയ ട്രെൻഡ്സും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ജോബ് മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഒരു മേജറായിട്ട് ഇതിൽ വരുന്നത്. ഇതിലേക്ക് വരുന്നതിന് മുൻപ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ പ്രൊഫൈല് 4 കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും ലിങ്ക്ഡിൻ പ്രൊഫൈല് ഗ്രോ ചെയ്യാൻ വേണ്ടി വന്നത്. ഒന്ന്, നമ്മൾ ചെയ്യേണ്ടത് പ്രൊഫഷണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് യുവർ പ്രൊഫഷണൽ ബ്രാൻഡിങ്. 2, ഫൈൻഡ് റൈറ്റ് പീപ്പിൾ എന്നുള്ള 2ാമത്തെ സ്റ്റെപ്പ്. 3ാമത്, എൻഗേജ് വിത്ത് ഇൻസൈറ്റ്സ് എന്നുള്ളതാണ് ലിങ്ക്ഡിനിൽ ചെയ്യേണ്ടത്. 4, ബിൽഡ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഈ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പൊ ഒന്നാമത്തെ പ്രൊഫഷണൽ ബ്രാൻഡ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ലിങ്ക്ഡിനിൽ ആദ്യം ചെയ്യേണ്ടത്, ലിങ്ക്ഡിൻ സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ഒരു പേരാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആ പേര് നമ്മൾ എന്താണോ നമ്മൾ ബ്രാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ തന്നെ ആ പേര് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ വിനീത് വിന്നി എന്നാണ് കൊടുക്കുന്നത്. എന്റെ കമറുദ്ദീൻ KP തന്നെയാണ് ഇപ്പൊ കൊടുക്കാറുള്ളത്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ പേര് ആണ് ഒന്നാമത്തത്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രൊഫൈൽ പിക്ചറാണ്. ഓക്കെ. നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരാൾ നോക്കുമ്പോൾ, നമുക്ക് ജോലി തരാൻ സാധ്യതയുള്ള ഒരാൾ നമ്മളെ കാണുമ്പോൾ ആ പിക്ചറാണ് ആദ്യമായിട്ട് കാണുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഒരു ഭാവിയിൽ ക്ലയന്റ് ആവാൻ പോകുന്ന ഒരാള്, അല്ലെങ്കിൽ ഒരു ബിഗ് പ്രൊജക്ട് തരാൻ പോകുന്ന ഒരാള്, അല്ലെങ്കിൽ നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പോകുന്ന ഒരാള് കാണുന്ന ഒരു പിക്ചറാണ്. അപ്പം ഇതിൽ പിക്ചേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് പ്രൊഫഷണൽ മോഡലുള്ള ഒരു പിക്ചർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ. താങ്ക് യു വിനീത് ഫോർ ഓപ്പണിംഗ്. അപ്പം ഇപ്പോ ഇതില് ഞാൻ എന്റെ ട്രെയിനിങ്സിൽ കൂടുതലും ഇപ്പൊ ഇൻഡോർ ട്രെയിനിങ്സ് ആണെങ്കിലും ഞാൻ ഈ രീതിയിലുള്ള ഒരു കോട്ട് പോലുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറ്. ചിലപ്പോൾ ഞാൻ ഔട്ട് ബൗണ്ട് ട്രെയിനിങ്സ് ആണെങ്കിൽ ഒരു ജാക്കറ്റ് പോലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു പ്രൊഫഷണൽ മോഡിലുള്ള പിക്ചേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്യാൻ നല്ലത്. നമ്മൾ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമ്മൾ ചിലപ്പോൾ സെൽഫി ഒക്കെ എടുത്തത്, നമ്മളെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ സെൽഫി ഉണ്ടാവും, ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോസ് ഉണ്ടാവും.
അല്ലെങ്കിൽ വേറെ പല ആംഗിൾ നിന്നുള്ള ഉണ്ടാവും. നമ്മൾ വേറെ ദൂരത്തേക്ക് നോക്കിയിട്ട് വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ നോക്കിയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതിൽ ഏറ്റവും നല്ലത് നമ്മൾ ഫ്രണ്ടിലേക്ക് തന്നെ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രൊഫഷണൽ മോഡിലുള്ള നിങ്ങളെ പ്രൊഫഷൻ എന്താണോ അതിനോട് ചേരുന്ന പിക്ചറുകളാണ് നല്ലത്. നിങ്ങൾ പൈലറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു അറ്റയറിലാവുന്ന ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഒരു ഷെഫ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു അറ്റയറിലാവുന്നത് നല്ലത്. അപ്പൊ അതേ രീതിയിൽ നിങ്ങളുടെ പ്രൊഫഷണലി നിങ്ങളൊരു എംപ്ലോയർ നിങ്ങളെ കാണുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ക്ലയന്റ് നിങ്ങളെ കാണുമ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പിക്ചറാണ് അതിന് വേണ്ടത്. അപ്പോൾ ബ്രാൻഡിങ്ങിലെ ഫസ്റ്റ് കാര്യമാണ് പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഹെഡ്ലൈൻ ആണ്. ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ ഇത് അപ്പൊ എന്റെ പേരിന്റെ താഴെ, എന്റെ പ്രൊഫൈല് പേരിന്റെ താഴെ എന്റെ ഒരു ഹെഡ്ലൈൻ ഷോർട്ടായിട്ട് ഇപ്പോ നിങ്ങൾ കൊടുക്കേണ്ട ഒരു കാര്യം ഹൂ യു ആർ, നിങ്ങൾ ആരാണ്, അല്ലെങ്കിൽ ഞാൻ ആരാണ്, ഹു ആം ഐ എന്നതാണ് അവിടെ കൊടുക്കുന്നത്. ഞാൻ എന്താണ് ചെയ്യുന്നത്, പുറത്തുള്ള ഒരാളെ നോക്കി കാണുമ്പോൾ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു വർക്ക് കോർപ്പറേറ്റ് ഔട്ട്ബൗണ്ട് ട്രെയിനിങ് ആണ്. അപ്പൊ ഞാൻ കോർപ്പറേറ്റ് ഔട്ട്ബൗണ്ട് ട്രെയിനർ. ഇത് ബസ് വേർഡും കൂടെയാണ്. ബസ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്റെ ഇൻഡസ്ട്രിയിൽ എന്നെ തെരയാൻ സാധ്യതയുള്ള ടേംസ് ആണ് ഇതിൽ ഉപയോഗിച്ചത്. അപ്പോൾ ആർക്കെങ്കിലും കോർപ്പറേറ്റ് ട്രെയിനിങ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഔട്ട്ബൗണ്ട് ട്രെയിനിങ് വേണമെങ്കിൽ കോർപ്പറേറ്റ് ട്രെയിനർ, ഔട്ട്ബൗണ്ട് ട്രെയിനർ എന്നൊക്കെ ഗൂഗിളിലോ അല്ലെങ്കിൽ ലിങ്ക്ഡിനിലോ സെർച്ച് ചെയ്യുമ്പോൾ വരാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ കണ്ടാൽ പെട്ടെന്ന് ഒറ്റ വേർഡിൽ ആരാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോർപ്പറേറ്റ് ഔട്ട്ബൗണ്ട് ട്രെയിനർ എന്ന് കൊടുത്തിട്ടുള്ളത്. രണ്ട്, ഞാൻ ചെയ്യുന്നത് മേജറായിട്ട് ഫോക്കസ് ചെയ്ത് ട്രെയിനിങ്സ് ചെയ്യാറുണ്ടെങ്കിലും ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ട്രെയിനിങ്സ് ടീം ബിൽഡിംഗ് ആണ്. അപ്പൊ ഞാൻ ടീം ബിൽഡിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടെ നമ്മുടെ നേച്ചർ മനസ്സിലാവാൻ വേണ്ടി ഓഥറാണ്. ഞാൻ ആമസോണിൽ പബ്ലിഷ് എന്റെ മാറ്റമുള്ളിൽ നിന്ന് വരാൻ എന്നുള്ള ഒരു മലയാള പുസ്തകം ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓഥർ എന്നത് കൊടുത്തു. മാതൃഭൂമി കോളംസ് ചെയ്യാറുള്ള കോളമിസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇൻഡിവിജ്വൽസിനെ എംപവർ ചെയ്യാറുണ്ട്. മീൻസ് എംപവറിങ് ഇൻഡിവിജ്വൽസ് കോച്ചിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ ടീം ടു പെർഫോം കൊളാബറേറ്റ് ആൻഡ് ലീഡ്. അപ്പം ആ ടീം ബിൽഡിങ്ങും കൊളാബറേഷൻ ഇത്തരം പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഒറ്റയടിക്ക് നോക്കിയാൽ വളരെ ഷോർട്ടായിട്ട് നമ്മളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് നമ്മളെ പിക്ചർ കണ്ടു, രണ്ട് നമ്മളെ പേര് നോക്കി, ഇനി എന്താ പറയാ നമ്മുടെ ടൈറ്റിൽ എന്താണ്, അല്ലെങ്കിൽ ഹെഡ്ലൈൻ എന്താണോ എന്നുള്ളത് കൊടുക്കുക എന്നുള്ളതാണ്. ഈവൻ ഇതിൽ കുറെ അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ ആ സ്പീക്കർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പേര് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുക എന്നുള്ളത് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നീട്. അപ്പോൾ അതൊക്കെ പിന്നീട് ആഡ് ചെയ്യാവുന്നത്. പക്ഷെ ഫസ്റ്റ് ഏറ്റവും ബിഗിനിങ്ങിൽ ഈ പേര്, നിങ്ങളുടെ ഹെഡ്ലൈൻ, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ആപ്റ്റ് ആയിട്ട്, നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയയാണ് നിങ്ങൾ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തുന്നത് നന്നായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ടൈറ്റിൽ ഒന്ന് നോക്കാം. നിങ്ങൾ ചെയ്യുന്ന വർക്കിലേക്ക് ആളുകളെ ഗൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ എംപ്ലോയർ കാണുന്ന സമയത്ത് മനസ്സിലാവുന്ന രീതിയിലാണോ നിങ്ങളുടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കുക. അപ്പോൾ ജസ്റ്റ് ആ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടൈറ്റിൽ ഹെഡ്ലൈൻ എന്നുണ്ടാവും. ഹെഡ്ലൈനിൽ ഇത് മാറ്റാൻ വേണ്ടി വളരെ ഈസി ആയിട്ട് മറ്റേതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് പോലെ ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്ക് തോന്നുന്നു മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനേക്കാളും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലിങ്ക്ഡിനിൽ ഫീച്ചേഴ്സ് വളരെ കുറവാണ്. ഒരു ഇൻസ്റ്റാഗ്രാമിനെ അല്ലെങ്കിൽ ഫേസ്ബുക്കിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഇതിൽ ഫീച്ചേഴ്സ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം പ്രൊഫൈൽ പിക്ക് ക്ലിയർ ആയിരിക്കുക, ഹെഡ്ലൈൻ ക്ലിയർ ആയിരിക്കുക. അടുത്തതാണ് നിങ്ങളെ കുറിച്ചുള്ള അബൌട്ട് ഇൻഫർമേഷൻ. നിങ്ങൾ എന്താണെന്ന് ബ്രീഫായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഈ രണ്ട് കാര്യങ്ങൾ നോക്കി, എന്നാൽ ഇയാളെ കുറിച്ച് കുറച്ചുകൂടി കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കണമല്ലോ എന്ന് തോന്നുന്ന ഒരാൾക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യമാണ് അബൌട്ട് ഇൻഫർമേഷൻ. അപ്പൊ അതിലും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്താണെന്ന് ബ്രീഫായിട്ട് പറയാം. അപ്പൊ നിങ്ങളുടെ പേര് നിങ്ങൾ തന്നെ പറയുന്ന രീതിയിൽ എഴുതാൻ നല്ലത്. ഒരു തേർഡ് പേഴ്സൺ അല്ല, നിങ്ങൾ തന്നെ പറയുന്നത്. അപ്പൊ ഞാൻ എഴുതി ഐ ആം കമറുദ്ദീൻ കെ പി. അപ്പോൾ ഞാൻ എന്താണ്, ഞാനൊരു കോർപ്പറേറ്റ് ഔട്ട്ബൗണ്ട് ട്രെയിനർ, അത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഒരു വിഷൻ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നിഷ് ഏരിയ എന്താണ്, എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട അതിലാണ്. നമ്മളൊരു ഫ്രീലാൻസർ ആണെങ്കിൽ നമ്മുടെ ഒരു നിഷ് ഏരിയ ഉണ്ടാവും. ആ ഏരിയക്ക് ഫോക്കസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാം കൂടെ ചെയ്യുന്ന ആൾ പലപ്പോഴും എക്സ്പേർട്ട് ആയിക്കോളണമെന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾ ചിലപ്പോൾ എക്സ്പേർട്ട് ആയിക്കോളണമെന്നില്ല. നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആളുകളെയാണല്ലോ. നമ്മളൊരു മെഡിസിൻ, നമ്മുടെ ഒരു കയ്യോ കാലോ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഓർത്തോപീഡീഷ്യനെയാണ് നമ്മൾ കൺസൾട്ട് ചെയ്യുക. അല്ലെങ്കിൽ സർജറി വേണ്ടി വന്ന സർജനെ ആയിരിക്കും നമ്മൾ, അതിൽ തന്നെ സർജനെ ആയിരിക്കും നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുക. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആണെന്ന് മനസ്സിലാവുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല പ്രൊജക്റ്റുകൾ വരാൻ സാധ്യത ഉള്ളത്. അപ്പം നിങ്ങളുടെ ഒരു നിഷ് ഏരിയ എന്താണ്, നിങ്ങളുടെ ഒരു വിഷൻ എന്താണ്, ബേസിക്കലി നിങ്ങളുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ എന്താണ്, പിന്നെ എന്തിനാ ആളുകൾ നിങ്ങളെ കണക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സർവീസുകളും കാര്യങ്ങളും ഒക്കെ അതിൽ കൊടുക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യേണ്ടത്. ഹൗ ക്യാൻ യു സപ്പോർട്ട് അതേഴ്സ്, നിങ്ങൾ എന്ത് തരം സർവീസ് ആണ് നിങ്ങൾ ലോകത്തിന് കൊടുക്കുന്നത്, ആ സർവീസുകൾ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താം.
അല്ലെങ്കിൽ എന്ത് തരം സർവീസാണ്, എന്ത് തരം സപ്പോർട്ടാണ് നിങ്ങൾക്ക് ലോകത്തിന് ചെയ്യാൻ കഴിയുന്നത്, അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്താം. അതിന് പുറമെ ഒരു കോൾ ഓഫ് ആക്ഷൻ ഒക്കെ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് പ്ലീസ് ഫീൽ ഫ്രീ ടു കണക്ട് വിത്ത് മീ ഓൺ ലിങ്ക്ഡിൻ ഓർ യു ക്യാൻ റീച്ച് മീ അറ്റ് എൻ്റെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. നേരിട്ട് എന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോൾ ഓഫ് ആക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്തരം കാര്യമാണ് ഏറ്റവും ബേസിക്കലി മിനിമം നമ്മുടെ പ്രൊഫൈലിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് അത്തരം ഒരു ഇൻഫർമേഷൻസ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ തന്നെ ഇതിൽ തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ നമ്മൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ താഴേക്കൊക്കെ പോയിട്ടുണ്ടാവും. അപ്പം അതിന് ഉള്ളൊരു ഓപ്ഷനാണ് ഫീച്ചേർഡ് എന്ന് പറയുന്നത്. ഇനി ഒന്ന് മുകളിലേക്ക് നീക്കിയാൽ നമ്മളെ ഫീച്ചേർഡ് ഓപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ പെട്ടെന്ന് ഒരാൾ നോക്കുമ്പോൾ എന്നെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചില കാര്യങ്ങൾ ഞാൻ ഫീച്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് റീസെന്റ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഔട്ട്ബൗണ്ട് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ആണ്. അപ്പൊ അത് എന്നെ നോക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവണം. അതുപോലെ എന്റെ നേച്ചർ ഓഫ് ട്രെയിനിങ് മനസ്സിലാവാൻ രണ്ടാമത്തത് ഒരു വീഡിയോ ആണ്. അത് എന്റെ പ്രോജക്റ്റുകൾ, ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. യെസ്, അപ്പോൾ ഒന്ന് എന്റെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ ലീഡ് കോർപ്പിന്റെ ട്രെയിനിങ്സ് ആണ്. അപ്പോൾ ലീഡർഷിപ്പ് OPT ഉണ്ട്, കോർപ്പറേറ്റ്സിന് ചെയ്യുന്ന പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെ പ്രോജക്ട്സുകളാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇപ്പുറത്തേം ചെയ്തിട്ടുള്ളത് നമ്മൾ ട്രെയിനിങ്ങിന്റെ ഒരു നേച്ചർ കിട്ടണം, എങ്ങനെയാണ് എന്റെ ട്രെയിനിങ്സ് നടക്കുന്നത്. അപ്പം അതിനു വേണ്ടിയാണ് അടുത്ത മൂന്നാമത്തത് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതൊരു ട്രെയിനിങ് വീഡിയോ ആണ്. നമ്മൾ ആക്ച്വലി ഒരു ഔട്ട്ഡോർ ട്രെയിനിങ് എടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ട്രെയിനിങ് ചെയ്യാറ്, അതിന്റെ ഒരു വൈബ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു വീഡിയോ ആണ്. ഒരു നമ്മുടെ സെഷന് ഫൺ ഫീൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആക്ടിവിറ്റി ബേസ്ഡ് ആയിരിക്കും എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. നേച്ചർ ഓഫ് ട്രെയിനിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളായിരിക്കും ഒരു ഫീച്ചേർഡിൽ ഒരു 3-4 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു പ്രോഗ്രാം എടുത്താൽ ഈ പബ്ലിക് സെക്ടർ കമ്പനികൾക്കുള്ള ട്രെയിനിങ്സ് ആണ്. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലും പോയെടുത്ത ട്രെയിനിങ്സ് ആണ്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി കഴിയും. പല സ്ഥലങ്ങളിലും പ്രോഗ്രാം റീസെന്റ് പല സ്ഥലങ്ങളിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടത്തിയ പ്രോഗ്രാംസിന്റെ പിക്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആളുകൾ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ആളുകൾക്ക് കിട്ടണമെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫീച്ചേർഡ് സെക്ഷനിൽ വെക്കുന്നത്. അത് ഒരുപാട് സെർച്ച് ചെയ്യാതെ പെട്ടെന്ന് നമ്മളെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് ഫീച്ചേർഡ് സെക്ഷന്റെ ഒരു സംഗതി ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇനി നമ്മൾ സാധാ പോസ്റ്റുകൾ അവിടെ ഉണ്ട്. അതിന്റെ കൂടെ ഇപ്പോൾ എന്റെ എക്സ്പീരിയൻസ്, ഞാൻ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഇനിയും താഴോട്ട് ഇനി കുറച്ചുകൂടെ താഴോട്ടൊന്ന് നീക്കാം. എന്റെ ആർട്ടിക്കിൾസ്, എന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉണ്ട് താഴേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് മൗണ്ടനിയറിംഗ് കോഴ്സാണ്. 2 TESOL PhD പെർസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ താഴെ MSW ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. എന്റെ സ്കിൽസ്, ഞാൻ ചെയ്യുന്ന പ്രോജക്റ്റുകൾ ഉണ്ട്. പിന്നെ സ്കിൽസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. റെക്കമെൻഡേഷൻസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലയൻസിന്റെ കയ്യിൽ നിന്ന് നമുക്ക് റെക്കമെൻഡേഷൻസ് വാങ്ങി. അപ്പൊ ഇത് മേജർ ജനറൽ സഞ്ജീവ് ചൗധരി സാറാണ്. പുള്ളി റിട്ടയർഡ് മേജർ ജനറൽ ആണ്. ഹി അറ്റൻഡ് വൺ ഓഫ് മൈ പ്രോഗ്രാംസ്. റീസെന്റ് ആയിട്ട് എന്റെ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തു. അപ്പൊ ഇന്ത്യൻ മിലിറ്ററിയിൽ ഏറ്റവും നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം എന്നെ ഇത് ചെയ്യുന്നതാണ്. അത് സാം ചന്ദ്രൻ എന്ന് പറഞ്ഞ റീസെന്റ് എന്റെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് വളരെ ആക്റ്റീവായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ള സാം ചന്ദ്രൻ ഒരു റെക്കമെൻഡേഷൻ എഴുതിയിട്ടുള്ളതാണ്. അതുപോലെ കുറെ റെക്കമെൻഡേഷൻസ്. അപ്പൊ നമുക്ക് ആളുകളെ കയ്യിൽ നിന്ന് നമുക്ക് ദുർഗ മാം ഇതിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദുർഗ മാം, താങ്ക് യു ദുർഗ മാം ഫോർ ദിസ്. ദുർഗ മാം ചെയ്തിട്ടുള്ളതാണ് അത്. അപ്പൊ ഇങ്ങനെ ആളുകളെ കൊണ്ട് നമുക്ക് റെക്കമെൻഡേഷൻസ് എഴുതിക്കാം. നമ്മുടെ സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ ട്രെയിനിങ്സ് എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ പ്രൊജക്ട് അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അതിലൂടെ പോയിട്ടുള്ള ആളുകളെ കൊണ്ട് റെക്കമെൻഡേഷൻ എഴുതിക്കാം. നിങ്ങൾക്ക് അവർക്ക് വേണ്ടി റെക്കമെൻഡേഷൻസ് എഴുതി കൊടുക്കുകയും ചെയ്യാം. അപ്പം ഇതിന് പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇനി നിങ്ങൾ ലിങ്ക്ഡിൻ ഉപയോഗിക്കുന്നവർക്ക് ചെറിയൊരു ടാസ്ക് തരാം. നിങ്ങളുടെ SSI സ്കോർ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ലിങ്ക്ഡിൻ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സോഷ്യൽ സെല്ലിംഗ് ഇൻഡെക്സ്. SSI എന്നാണ് അതിന് പറയാ, സോഷ്യൽ സെല്ലിംഗ് ഇൻഡെക്സ്. അപ്പൊ അതിന്റെ ഒരു സ്കോർ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ലിങ്ക്ഡിൻ സോഷ്യൽ സെല്ലിംഗ് ഇൻഡെക്സ്. ഞാൻ അതിന്റെ ലിങ്ക് ചാറ്റ് വിൻഡോയിൽ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ
നിങ്ങൾ വെബ്സൈറ്റിൽ ഇത് ചെയ്യുന്ന സമയത്ത് ലിങ്ക്ഡിനിൽ ലോഗിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ ലിങ്ക്ഡിനിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ലിങ്ക്ഡിനിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്കോർ കിട്ടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആരെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സ്കോർ ഒന്ന് ഇതിൽ ടൈപ്പ് ചെയ്തിട്ടോ, നിങ്ങൾക്ക് എന്ത് സ്കോറാണ് കിട്ടിയത്. യെസ്, സജീവ് റഹ്മാൻ ഓൾറെഡി ചെക്ക്ഡ് 45 ആണ് സജീവ് റഹ്മാന് കിട്ടിയിട്ടുള്ളത്. അഥവാ 100-ൽ 45 ആണ് സജീവ് റഹ്മാന് ലിങ്ക്ഡിൻ കൊടുക്കുന്ന ഒരു മാർക്ക്. 52 ഉണ്ട്, 20 ഉണ്ട്. ദുർഗ മാം 20 ആണ്. ദുർഗ മാം റീസെന്റ് ആണ് ലിങ്ക്ഡിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അപ്പൊ അതുകൊണ്ടാണ് 20 വരുന്നത്. അപ്പം 18 വരുന്നുണ്ട്. അപ്പം ഈ ലിങ്ക്ഡിന്റെ ഈ സ്കോർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ 4 ഏരിയാസ് ആണ് വരുന്നത്. ഒന്ന്, എസ്റ്റാബ്ലിഷ് യുവർ പ്രൊഫഷണൽ ബ്രാൻഡ് എന്ന് പറയുന്നത്. ആ ബ്രാൻഡ് ഡെവലപ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന്, നിങ്ങളെ പ്രൊഫൈൽ പിക്ചർ പോലുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പ്രൊഫൈൽ പിക്ചറാണ് അതിൽ വേണ്ട, ബ്രാൻഡിന് ആദ്യം വേണ്ട ഒരു സാധനം. പിന്നെ രണ്ടാമത് വേണ്ടത് നിങ്ങളുടെ കീവേഡ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങൾ പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കീവേഡ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് അടുത്ത് ചെയ്യേണ്ടത്. 2, നിങ്ങൾ എന്തെങ്കിലും ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇതിൽ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അതിൽ അടുത്തത് വേണ്ടത്. നിങ്ങൾ സർട്ടിഫിക്കേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് വേണ്ടത്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു ബ്രാൻഡിങ് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത് വരാം. ബ്രാൻഡ് എന്നുള്ളതിന്റെ ആ സ്കോർ ഈ 4 25-ലാണ് സ്കോർ ഉണ്ടാവുക. അപ്പോൾ എസ്റ്റാബ്ലിഷ് യുവർ പ്രൊഫഷണൽ ബ്രാൻഡ് എന്നതിൽ എത്ര സ്കോർ ആണുള്ളത്? അപ്പൊ അതിൽ 5 ആണെന്നുണ്ടെങ്കിൽ ഇനിയും 20 സ്കോർ ഇംപ്രൂവ് ചെയ്യാനുണ്ട്. അപ്പൊ ഇംപ്രൂവ് ചെയ്യാനുള്ളത് ഈ മേഖലയിൽ നന്നായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമ്മൾ വിസിബിലിറ്റി ഒന്നും കൂടെ കൂടുക. അടുത്ത രണ്ടാമത്തെ പോയിന്റ്, ഫൈൻഡ് ദ റൈറ്റ് പീപ്പിൾ എന്നാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കുക നമുക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവണം, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവണം എന്നാണ് പലപ്പോഴും ചിന്തിക്കാൻ. നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് വേണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാ ചെയ്യാം. പിന്നെ 1-2 വീഡിയോ ഒക്കെ ചെയ്തു വെക്കും, വളരെ കുറച്ച് ആളുകളെ കാണുന്നുണ്ടാവുള്ളൂ. അതോടുകൂടി പ്രോഗ്രാം നിർത്താനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ലിങ്ക്ഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഇൻഫ്ലുവൻസർ ആവാൻ വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്, അതല്ല നമുക്ക് ബിസിനസ് കൊണ്ടുവരാനോ ജോബ് കിട്ടാനോ, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണോ അതിനനുസരിച്ചാണ് ഗ്രോ ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ ലോകത്തുള്ള എല്ലാവരെയും നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരെയും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാനൊരു ട്രെയിനർ ആണെങ്കിൽ വിനീത് ഒരു കോച്ചാണ്, അല്ലെങ്കിൽ ട്രെയിനർ ആണ്, ഒരു ബിസിനസ് മെന്റർ ആണ്. അപ്പൊ വിനീത് കണക്ട് ചെയ്യേണ്ടത് ആ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെയാണ്. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ഫ്രീലാൻസ് ട്രെയിനർ ആണ്, അപ്പൊ ഞാൻ ചെയ്യേണ്ടത് ഈ കോർപ്പറേറ്റ് ട്രെയിനിങ്സ്. അപ്പൊ കോർപ്പറേറ്റിലെ സിഇഒസിനെ കണക്ട് ചെയ്യുന്നു, HR-നെ കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് വിങ്ങിലെ മേജർ പൊസിഷനിൽ നിൽക്കുന്ന ആളുകളെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കമ്പനികളിലെ ഡിസിഷൻ മേക്കേഴ്സുമായിട്ടും പ്രത്യേകിച്ച് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ HR റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം ചെയ്യേണ്ടത്. അതിന്റെ കൂടെ തന്നെ എന്റെ പ്രൊഫഷനിലുള്ള ട്രെയിനേഴ്സ് ആയിട്ടുള്ള മറ്റാളുകളെ കൊളാബറേഷൻ സാധ്യതകളൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് എനിക്ക് ബിസിനസ് കൊണ്ടുവരാറുള്ളത് ഇവന്റ് മാനേജ്മെന്റ് ടീംസ് ആണ്. മീൻസ് കോർപ്പറേറ്റ് ഈവന്റ്സ് കോർഡിനേറ്റ് ചെയ്യുന്ന ടീംസ് ആണ്, അവരെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം റൈറ്റ് പീപ്പിളിനെയാണോ കണക്ട് ചെയ്തിട്ടുള്ളത് നോക്കുമ്പോഴാണ് രണ്ടാമത്തെ ഏരിയയിലുള്ള സ്കോർ ഇംപ്രൂവ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഈ ഫൈൻഡ് ദ റൈറ്റ് പീപ്പിൾ എന്നതിൽ നിങ്ങളുടെ സ്കോർ എത്രയാണോ എന്നുള്ളത് നോക്കുക. അതിന് ഉള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ ലിങ്ക്ഡിനിൽ സെർച്ച് ഓപ്ഷൻ ഉണ്ട്. സെർച്ച് ഓപ്ഷനിൽ നിങ്ങൾ കുറച്ച് കമ്പനീസ് ലിസ്റ്റ് ചെയ്യാം. എക്സാമ്പിൾ ഇപ്പോൾ ജംഷീർ ഏത് ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാമോ? എന്താണ് നിങ്ങളുടെ പ്രൊഫഷൻ എന്താണെന്ന് പറയാമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തുകൊണ്ടൊന്ന് പറയാം. യെസ്. ശരിക്കും ഞാൻ ട്രെയിനിങ് രംഗത്ത് കുറച്ചും കൂടി ഒരുപാട് സംഗതികൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളാണ്. മീൻസ് ഞാനൊരു ഫിസിക്കലി ചാലഞ്ചഡ് ഗൈയാണ്. ട്രെയിനിങ് രംഗത്തുണ്ട്. ട്രെയിനിങ്ങിലുടനീളം ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറീസ് ആണ് പറയുന്നത്. ലൈഫ് സ്റ്റോറി പറഞ്ഞ് എനിക്കൊരു തഴക്കം വന്നു, എനിക്ക് ഒരു മടുപ്പ് വന്നു. അപ്പോഴാണ് പുതിയ മാനങ്ങൾ തേടിയുള്ള യാത്ര. അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഗതി കാണുന്നതും ഞാൻ ജോയിൻ ആവുന്നത്. ലിങ്ക്ഡിനെ കുറിച്ച് എന്നോട് മുമ്പ് എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂസ് ചെയ്യാൻ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇത്രയധികം സാധ്യതകൾ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഈ ജംഷീർ ഇനി ട്രെയിനിങ്ങിന്റെ അടുത്ത് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പൊ ജംഷീർ ഉണ്ടായിരിക്കും ഇപ്പൊ ഒരു കംഫർട്ട് സോണിലായിരിക്കും, അഥവാ യൂഷ്വലി നമ്മളൊരു സ്റ്റോറി പറയുന്നു, ആ രീതിയിൽ ട്രെയിനിങ്സ് നടക്കുന്നു. പക്ഷെ ഒന്നും കൂടെ ട്രെയിനിങ്ങിന്റെ നമ്മൾ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ നമ്മളൊരു സർക്കിൾ ഉണ്ടാവും. ഇപ്പം ജംഷീറിനെ ഒരു ചുറ്റിപ്പറ്റി കുറച്ച് സർക്കിൾസ് അല്ലെങ്കിൽ ട്രെയിനിങ് എടുക്കുന്ന ഒരു ഏരിയ ഉണ്ടാവും. ആ ഏരിയന്റെ പുറത്തേക്ക് പോകണം. അപ്പൊ ഏത് തരം ആളുകളെ കണക്ട് ചെയ്താലാണ് ജംഷീറിന്റെ ആ ഒരു പ്രൊഫഷണലി ഒന്നും കൂടെ ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ക്യാമ്പസ് സ്കൂള് ഇത് വിട്ടിട്ട്
ഇന്ന് സംരംഭകരുടെയും ബിസിനസ് ആളുകളുടെയും കാലഘട്ടമാണ്. അപ്പൊ യെസ്. അവർക്ക് ഒരുപാട് സ്റ്റാഫ് ഉണ്ട്. ആ സ്റ്റാഫിനെ എംപവർ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഇപ്പൊ ഞാൻ വായിക്കുന്ന ഒരു ബുക്കാണ് ബീകം ഇൻഡിസ്പെൻസിബിൾ, ഒരു ബുക്കാണ്. ഓക്കെ. അതായത് എന്താണ് 15 വർക്ക് പ്ലേസ് ലെസൺസ് ഫ്രം ദ ബീസ്. യെസ് യെസ് യെസ്. തേനീച്ച അവരുടെ ലൈഫ് വെച്ചുകൊണ്ട് നമ്മുടെ വർക്ക് പ്ലേസിൽ എന്തൊക്കെ കൊണ്ടുവരാം. അപ്പൊ അതെ. ഇത് എങ്ങനെ ഒരു PPT ആക്കി മാറ്റാം, ഇതെങ്ങനെ യെസ്. നാട്ടിലെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇത് ചെയ്യേണ്ടത് ജംഷീർ തുടങ്ങിയിട്ടുള്ളൂ, ഇൻട്രൊഡക്ഷൻ തുടങ്ങിയിട്ടുള്ളൂ. യെസ്, ഗുഡ്. അപ്പം ജംഷീർ ഈ പുസ്തകം വായിക്കുന്നുണ്ട്. ഈ പുസ്തകം വായിക്കുന്നത് ഇന്ന ആളുകൾക്ക് അഥവാ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ബിസിനസ് ലീഡർഷിപ്പിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിലെ ഡിസിഷൻ മേക്കേഴ്സിനെയാണ് ജംഷീർ കണക്ട് ചെയ്യേണ്ടത്. അഥവാ ഓൺട്രപ്രണേഴ്സ് ആയിട്ടുള്ള ആളുകളെയാണ് ജംഷീർ കണക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിലെ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള അതിന്റെ പൊസിഷനുകളിൽ ഇരിക്കുന്ന ആളുകളുണ്ടാവും, അവരെയാണ് കണക്ട് ചെയ്യേണ്ടത്. കണക്ട് ചെയ്യുമ്പോൾ കണക്ഷൻ റിക്വസ്റ്റ് ആണ് അയക്കേണ്ടത്. 2 ഓപ്ഷൻസ് ഉണ്ടാവും. കണക്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, ഫോളോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അവർക്ക് കാണാൻ പറ്റില്ല, അവർ പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനേ പറ്റുള്ളൂ. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റും കൂടെ അവർ കാണും. അപ്പൊ അവർ കാണണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യുമ്പോഴാണ് കാണാൻ വേണ്ടി പറ്റുക. പിന്നെ ചില ആളുകൾ നമ്മൾ മെന്റർഷിപ്പ് എടുക്കാൻ അവരിൽ നിന്ന് പഠിക്കാനാണ്, അല്ലെങ്കിൽ അത്രയും വലിയ ആളുകളാണ്, ചിലപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. പക്ഷെ മിക്കവാറും കണക്ഷൻ റിക്വസ്റ്റുകൾ ഏതൊരാൾക്കും സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഈസി ആയിട്ട്. ചില ആളുകൾക്ക് മാത്രം ഇമെയിൽ കൊടുത്താൽ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കുറച്ച് ആളുകളെ നിങ്ങൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു ഡ്രീം 100 കമ്പനീസ് നമ്മൾ ഇരുന്ന് ലിസ്റ്റ് ചെയ്യാണ്. 100 കമ്പനീസ് ലിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു 50 പേര് നമ്മൾ ലിസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് റാൻഡം ആയിട്ട് അയക്കല്ല ചെയ്യേണ്ടത്, ആ കമ്പനിയെ കുറിച്ച് പഠിക്കുന്നു, അങ്ങനെ ആ ഒരു മേഖലയിൽ ആളുകളെ കുറിച്ച് പഠിക്കുന്നു, എന്നിട്ട് അവർക്ക് കണക്ഷൻ റിക്വസ്റ്റ് അയക്കുന്നു. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡയറക്റ്റ് മെസ്സേജ് അയക്കാൻ കഴിയില്ല, പെയ്ഡെന്നാണ് ഡയറക്റ്റ് അതിന് മെസ്സേജ് അയക്കാൻ കഴിയുക. അപ്പം കണക്ഷൻ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെസ്സേജ് അയക്കുക. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ സെല് ചെയ്യരുത്, നമ്മൾ കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നീട് അത് സെല്ലിങ്ങിലേക്ക് പിന്നെ വന്നോളും, നമ്മുടെ പ്രൊജക്റ്റുകളൊക്കെ കാണുന്ന സമയത്ത് അതിലേക്ക് വന്നോളും. പക്ഷെ ആളുകൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. യെസ്. ഇനി ഡിഫറെന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഫീൽഡ് എന്നുള്ള ആരെങ്കിലും ഉണ്ടോ? ട്രെയിനിങ് ഫീൽഡ് അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ചാറ്റ് വിൻഡോയിൽ ടൈപ്പ് ചെയ്യാം. ഇനിയിപ്പോ നിങ്ങളൊരു ഷെഫ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ലോകത്തുള്ള നിങ്ങൾ ജോലി ചെയ്യാൻ ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പം ഇതിലേക്ക് പ്രൊജക്റ്റുകൾ കൊണ്ടുവരാൻ സാധ്യതയുള്ളത് ആരായിരിക്കും? അപ്പൊ അത്തരം കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇതേപോലെ ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് നിങ്ങളുടെ ഫീൽഡിലുള്ള ആളുകളെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അവിടുത്തെ ട്രെൻഡുകൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ അതിന്റെ സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക സെർച്ച് ഓപ്ഷനിൽ. അതിൽ തന്നെ പല നമുക്ക് പല കീവേഡ്സ് മീൻസ് ഫിൽറ്റേഴ്സ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ സെർച്ച് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ അതില് ബ്രൈഡൽ മേക്കപ്പ് ഞാനതില് ഈ ബ്രൈഡൽ മേക്കപ്പ് എന്നുള്ളത് ഞാൻ ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ എനിക്ക് അതിൽ ജോബ് സാധ്യതകളുണ്ട്. ജോബ്സ് ക്ലിക്ക് ചെയ്താൽ ജോബ് സാധ്യതകൾ കിട്ടും, അല്ലെങ്കിൽ പീപ്പിൾ ആണെങ്കിൽ പീപ്പിൾ കിട്ടും. ഇപ്പൊ ബ്രൈഡൽ മേക്കപ്പിൽ ജോബ് സാധ്യതകളാണെങ്കിൽ ആ ജോബ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഇനി ഒന്ന് ക്ലിക്ക് ചെയ്യാം, ഒന്ന് സെർച്ച് ചെയ്യാം, ഒന്ന് സ്ക്രീന്. ഓക്കെ, അപ്പൊ അതിൽ ആ സെർച്ചിൽ ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നോ അല്ലെങ്കിൽ ആ ബ്രൈഡൽ മേക്കപ്പ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ജസ്റ്റ് സെർച്ച് എൻ്റർ ചെയ്താൽ തന്നെ ഒരുപാട് റിസൾട്ടുകൾ വരുന്നുണ്ട്. ഇനി പീപ്പിളാണ് കിട്ടുക. പീപ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്ന ആളുകളെയാണ് കിട്ടുക. അതിൽ തന്നെ ലൊക്കേഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ കൊടുക്കുക. ആ ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഏത് ലൊക്കേഷനിലെ ആളുകൾ, നിങ്ങൾ ഇന്ത്യയിലാണോ വേണ്ടത്, ഇനി കാലിക്കറ്റ് ആണ് വേണ്ടതെന്നുള്ള അവിടെ കാലിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാലിക്കറ്റ് കിട്ടും, അല്ലെങ്കിൽ കൊച്ചിയാണ് വേണ്ടത് പറഞ്ഞാൽ കോഴിക്കോട് കിട്ടുന്നുണ്ട്. ഇനി ഷോ റിസൾട്ട് കൊടുത്താൽ കോഴിക്കോടുള്ള ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരാളെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇത് കണക്ഷൻ സൈഡിൽ തന്നെ ഉണ്ട്, കണക്ഷൻ റിക്വസ്റ്റ് പോകും ചെയ്ത് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്ഥാപനങ്ങളാണ്, ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ ആ പീപ്പിൾ എന്നത് മാറ്റിയിട്ട് കമ്പനീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്ന കമ്പനീസിന് കിട്ടും. അതെല്ലാം നിങ്ങൾക്ക് പ്രൊജക്റ്റുകൾ കൊണ്ടുവരാൻ സാധ്യത ഉള്ളത് വല്ല ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കമ്പനികളാണെന്നുണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയയിൽ കിട്ടും. ഇപ്പൊ നിങ്ങൾ വേറെ വന്നിട്ടുള്ളത് സോഷ്യൽ വർക്കറാണ്. നിങ്ങൾ സോഷ്യൽ വർക്കർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വേൾഡിലെ ഏറ്റവും നല്ല NGOs ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ
ഇന്ത്യയിലെ ഒരു 20 NGOs നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ NGOs അല്ലെങ്കിൽ ഇന്ത്യയിൽ CSR പ്രോജക്റ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് CSR പ്രോജക്റ്റുകൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ആ ലിസ്റ്റ് ചെയ്തിട്ട് ഇതിൽ സെർച്ച് ചെയ്യുക. ആ സെർച്ച് ചെയ്ത ശേഷം അതിന്റെ പേജ് ഫോളോ ചെയ്യുക. ആ ഫോളോ ചെയ്യുമ്പോൾ ആ പേജിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ കീ റോളിലുള്ള ആളുകളെ കിട്ടും, അവരെ കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരു CSR പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ CSR പ്രോജക്ട്സ് എന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ CSR പ്രോജക്റ്റുകളിലെ കമ്പനികൾ കിട്ടും. പീപ്പിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ CSR പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ കിട്ടും. അപ്പം അതിന്റെ ഒരു മാനേജറിയൽ പൊസിഷനിലേക്ക് ഇരിക്കുന്ന ആളുകളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് തരാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പം പീപ്പിൾ എന്ന് കൊടുക്കുക. നിങ്ങൾ കൊച്ചിയിലുള്ള CSR പ്രോജക്റ്റുകളാണെങ്കിൽ കൊച്ചി കൊടുക്കുക, കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട്, എവിടെയാണോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ വേണമെങ്കിൽ വേൾഡിൽ വേണമെങ്കിൽ കൊടുക്കുക. അതുപോലെ ഫുൾ ടൈം, പാർട്ട് ടൈം, അങ്ങനെയുള്ള എല്ലാ ഓപ്ഷനും ഉണ്ട്. ഓൾ ഫിൽറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കുറെ ഫിൽറ്റേഴ്സ് കിട്ടും. ഇപ്പോൾ അതിൽ കാണുന്ന ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മാനേജർ ആണ് അവരുടെ പോസ്റ്റ് ഉള്ളത്. അപ്പൊ അവരെ കണക്ട് ചെയ്താൽ അവരെങ്ങനെ ജോലി ചെയ്യുന്നു, അവരെന്തൊക്കെ ജോലിയാണ് ചെയ്യുന്നത്, എവിടെയാണ് ജോലി ചെയ്യുന്നത്, ഏത് കമ്പനിയാണ്, അത്തരം ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവൈലബിൾ ആവും. അപ്പം ഇങ്ങനെ എന്താണോ CMA USA ആണെങ്കിൽ CMA നിങ്ങൾ എന്ത് തരം സ്ഥാപനങ്ങളിലാണ് നിങ്ങൾ ഇത്തരം സർവീസുകൾ വേണ്ടി വരിക എന്നുള്ളത് മനസ്സിലാക്കുക, സെർച്ച് ചെയ്യുക, കണക്ഷൻ റിക്വസ്റ്റ് അയക്കുക. അപ്പം നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കമ്പനികൾ ലിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ റീച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ ലിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സെർച്ച് ചെയ്യുക. എന്നിട്ട് കണക്ഷൻ റിക്വസ്റ്റ് അയക്കുക, ഒരു കണക്ഷൻ മെസ്സേജ് അയക്കുക. ഒരിക്കലും നമ്മളെ പ്രാരാബ്ദങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് കയ്യും കാലൊന്നും പിടിച്ചുകൊണ്ടൊന്നും മെസ്സേജ് ചെയ്യരുത്. സാർ എങ്ങനെയെങ്കിലും ഒരു ജോലി തരാനൊന്നും പറയരുത്. അത് നമ്മളെ കുറിച്ചുള്ള ഒരു ഇംപ്രഷൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം എന്താ പറയുക, പ്രൊഫഷണലി ആണ് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണ് ഫൈൻഡ് ദ റൈറ്റ് പീപ്പിൾ. നിങ്ങളെ അലൈൻ ചെയ്യുന്ന ആളുകളെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. നിങ്ങളിൽ 5000 പേരുണ്ട്, പക്ഷെ ഒരാൾ നിങ്ങളെ ഇപ്പൊ ഞാനൊരു കോളമിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്റെ കോളംസ് വായിക്കുന്ന ഒരു 100 പേരെങ്കിലും കിട്ടിയാൽ അത് ധാരാളമാണ്. ഞാനൊരു കോളം പബ്ലിഷ് ചെയ്തിട്ട് അത് ഇതിന്റെ ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ 100 പേര് വായിച്ചോളും. എനിക്ക് ആ 100 പേര് മതി. 5000 പേര് എന്റെ കണക്ഷനിൽ ഉണ്ടായിട്ട് ഒരു മൂവ്മെന്റ് ഇല്ലാതിരിക്കുന്നതിലും നല്ലത്. ചിലപ്പോൾ ലൈക്ക് ഷെയർ ഒന്നും വേണമെന്നില്ല, പക്ഷെ അവരത് വായിക്കുന്നുണ്ടാവാം, പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് വിളിക്കുന്നുണ്ടാവാം, ഒരു പ്രൊജക്റ്റിലേക്ക് അത് ലീഡ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാവാം. അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം അത് ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് റൈറ്റ് പീപ്പിളിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഈ ഫിൽറ്റേഴ്സ് ഉപയോഗിക്കുക. അതുപോലെ #ടാഗ്സ് ഒക്കെ ഉപയോഗിക്കുക നിങ്ങളുടെ പോസ്റ്റുകളിൽ. അപ്പം റൈറ്റ് പീപ്പിൾ നിങ്ങളെ സെർച്ച് ചെയ്ത് വരും. പിന്നെ റെലവെന്റ് ആയിട്ടുള്ള ലിങ്ക്ഡിൻ ഗ്രൂപ്പുകൾ കിട്ടും. അപ്പൊ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം. അപ്പൊ അതിലുള്ള അപ്ഡേറ്റ്സ് കിട്ടും. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ് ഫൈൻഡ് റൈറ്റ് പീപ്പിൾ എന്ന ഏരിയയിലെ സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. അടുത്ത മൂന്നാമത്തത് എൻഗേജ് വിത്ത് ഇൻസൈറ്റ്സ് എന്നതാണ് അടുത്ത ഏരിയ. 4 ഏരിയയിൽ മൂന്നാമത്തെ ഏരിയ എൻഗേജ് വിത്ത് ഇൻസൈറ്റ്സ്. ചില ഇൻസൈറ്റ്സ് ലിങ്ക്ഡിൻ തന്നെ തരും. അഥവാ ഇന്ന ആളുകളെ ഫോളോ ചെയ്താൽ, നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആള് ഇന്ന തരം ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്, അപ്പൊ അത്തരം ആളുകളെ നമുക്ക് ഫോളോ ചെയ്യാം. അതുപോലെ നമ്മൾ എപ്പോഴും ഇങ്ങോട്ട് കിട്ടുന്നതല്ല മാത്രമല്ല നോക്കേണ്ടത്, അങ്ങോട്ടും കൂടെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അഥവാ മറ്റുള്ളവരുടെ പോസ്റ്റിൽ പോയിട്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോ പരസ്പരം റീച്ച് കൂടും. ഞാന് വിനീത് ഒരു പോസ്റ്റ് ഇട്ടാണ്. വിനീത് പോസ്റ്റ് ഇട്ടതിന്റെ അടിയിൽ പോയിട്ട് ഞാൻ കമന്റ് ചെയ്താൽ എന്റെ കണക്ഷനിലുള്ള ആളുകളും കൂടെ അത് കാണും. അല്ലെങ്കിൽ വിനീത് എന്റെ ഒരു പോസ്റ്റിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാല് അത് വിനീത് ആ കമന്റ് ഇട്ടു എന്ന് വിനീതിന്റെ കണക്ഷനിലും, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. യെസ്, സ്ക്രീൻ ഷെയർ ചെയ്തു. യെസ്, ഗുഡ്. അപ്പോ ഇത് കമറുദ്ദീൻ KP കമന്റഡ് ഓൺ ദിസ്. ഞാൻ മിഗ്ദാദ് എന്ന് പറയുന്ന എന്റെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത ഒരാളായിരുന്നു. അപ്പോൾ മിഗ്ദാദ് ഒരു ട്രെയിനിങ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പം അപ്പൊ വിനീതാണ് അവിടെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ വിനീത് കാണാണ് കമറുദ്ദീൻ കമന്റഡ് ഓൺ ദിസ്. അപ്പൊ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ലിങ്ക്ഡിനിൽ പറയാറ് CBR എന്ന് പറയാറുണ്ട്. CBR ആണല്ലേ, കമന്റ് ഫോർ ബെറ്റർ റീച്ച് അല്ലെ. ചില ആളുകൾ CBR എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യാറുണ്ട്. അഥവാ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് കമന്റ് ചെയ്യുന്നത് കാണാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ എന്ത് രീതിയിലാണ് ഇൻവോൾവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനും വേണ്ടി പറ്റും. മീൻസ് നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് വേറെ ആൾക്ക് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സാം ചന്ദ്രൻ കമന്റഡ് ഓൺ ദിസ്. അപ്പൊ ചിലപ്പോൾ സാം ചന്ദ്രനിലേക്ക് ആള് പോയി നോക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങോട്ട് കിട്ടാൻ മാത്രമല്ല, നമ്മൾ കുറച്ചും കൂടെ ഇൻവോൾവ് ചെയ്യുക. നമ്മൾ പോസ്റ്റുകൾ വായിക്കുക, അത് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് ലൈക്ക് ചെയ്യുക.
അല്ലെങ്കിൽ നല്ല നമുക്ക് നമ്മുടെ ഒരു തോട്ടോട് കൂടിയിട്ട് ഷെയർ ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഈ എൻഗേജ് വിത്ത് ഇൻസൈറ്റ്സ് എന്നുള്ള ആ ഒരു സ്കോർ കൂടുക. ഓക്കെ, അടുത്തത് ബിൽഡ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞതിനോട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. മെസ്സേജുകൾ അയക്കുക, ആളുകൾക്ക് കണക്ഷൻ മെസ്സേജുകൾ അയക്കുക, റെക്കമെൻഡേഷൻസ് ചോദിക്കുക. ഇപ്പോൾ ഞാൻ ഉഷ മാമിനോട് ദുർഗ മാമിനോട് ഞാൻ അങ്ങോട്ട് ചോദിച്ച് വാങ്ങിച്ചാണ് റെക്കമെൻഡേഷൻ. അപ്പം ദുർഗ മാം പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. അപ്പോൾ ദുർഗ മാമിനോട് ഞാൻ ചോദിച്ചു എനിക്ക് റെക്കമെൻഡേഷൻ തരണം എന്ന് പറഞ്ഞു. ദുർഗ മാം എനിക്ക് റെക്കമെൻഡേഷൻ എഴുതി തരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റെക്കമെൻഡേഷൻ ചോദിക്കാം, അങ്ങോട്ട് റെക്കമെൻഡേഷൻസ് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്കില്ല് നമുക്ക് എൻഡോസ് ചെയ്യാം. വിനീതിന് ബിസിനസ് മെന്റർഷിപ്പ് സ്കില്ല് എന്ന സ്കില്ലുണ്ട്, മീൻസ് മെന്ററിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പോയിട്ട് അതിൽ എൻഡോസ് ചെയ്യാം, യെസ് വിനീതിന് ഈ സ്കില്ല് ഉണ്ടെന്ന് നമുക്ക് എൻഡോസ് ചെയ്യാം. അപ്പൊ ആ സ്കില്ല് കുറച്ചും കൂടെ വാലിഡ് ആയിട്ട് പെട്ടെന്ന് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ വിനീതിന് എൻ്റെ ഇതിൽ വന്നുകൊണ്ട് എൻ്റെ ചില സ്കിൽസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം നമ്മൾ എൻഡോസ്മെന്റ്സ്, സ്കിൽ എൻഡോസ്മെന്റ്സ് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ റെഗുലറായിട്ട് ഈ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മൾ പെട്ടെന്ന് ലിങ്ക്ഡിൻ ഗ്രോ ചെയ്യാനും ഒരുപാട് ജോലി സാധ്യതയുണ്ട്. അപ്പൊ ജോലി തേടുന്നവരെ കുറിച്ച് പറയാനുള്ളത്, നിങ്ങൾ പ്രൊഫൈലൊക്കെ ഭംഗിയാക്കി വെക്കുക, എല്ലാ കാര്യങ്ങളും ഇടുക. നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ചിലപ്പോൾ ഒരു വർക്ക്ഷോപ്പ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഇന്റേൺഷിപ്പ് ആയിരിക്കാം, അത്തരം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അതിന്റെ കൂടെ ആ സെർച്ച് എന്നതിൽ പോയിട്ട് ജോബ് സെർച്ചിനുള്ള ഓപ്ഷൻ ഉണ്ട്, വേണ്ട ജോബ് സെർച്ച് ചെയ്യുക. അത് പാർട്ട് ടൈം ജോലികളുണ്ട്, ഇന്റേൺഷിപ്പ് സാധ്യതകൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ നമ്മളെ പുറത്ത് ഇന്ത്യയിലും ലോകത്ത് എവിടെയും ജോലി കിട്ടാനുള്ള സാധ്യതയുള്ള പ്ലാറ്റ്ഫോമാണ്. അതിൽ ജോബ് സെർച്ച് ചെയ്യാം, അതിനുശേഷം അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാം. ഈവൻ നിങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് റെസ്യൂമാക്കി കൺവേർട്ട് ചെയ്യാൻ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഡീറ്റെയിൽസും വരുന്ന ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന റെസ്യൂമെ പ്രിപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അഡ്വാൻസ് ആയിട്ട് പിന്നീട് നോക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ലിങ്ക്ഡിൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പോൾ ഡെമോ ഇന്റർവ്യൂസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഈവൺ AI വിൽ ഇന്റർവ്യൂ ചെയ്യും, അതിനുള്ള ഓപ്ഷൻസ് വരെ പെയ്ഡിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഈ രീതിയിൽ ഒന്ന് പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നില്ല, ഓരോ കാര്യങ്ങൾ ടൈം എടുത്ത് ചെയ്ത് അങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഏരിയ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനും കൂടുതൽ ആളുകൾ കണക്ട് ചെയ്യാനും കൂടുതൽ ബിസിനസ് കൊണ്ടുവരാനും അതേപോലെ തന്നെ നമ്മൾ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനും നമ്മുടെ ഒരു ഡിജിറ്റൽ ഫുട് പ്രിന്റ് കൂട്ടാനും പിന്നെ അതുപോലെ തന്നെ ജോലി ലഭിക്കാനുള്ള സാധ്യത കൂട്ടാനും നമുക്ക് എംപ്ലോയീസിന് വേണമെങ്കിൽ ലിങ്ക്ഡിൻ ത്രൂ ഹയർ ചെയ്യാനും ഒക്കെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ജനറലി ഇത്രയാണ് സംസാരിക്കാനുള്ളത്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കടക്കാം. ഇനി വേറെ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്യാം. ഇല്ല, വളരെ കോംപ്രഹെൻസീവ് ആയിട്ട് തന്നെ കമറു കാര്യങ്ങൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് നമുക്കൊരു ഫസ്റ്റ് സെഷനിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതിന്റെ കൂടെ വിനി ചാറ്റ് ബോക്സിൽ ഞങ്ങളുടെ പ്രൊഫൈൽസ് ഷെയർ ചെയ്തിട്ടുണ്ട്, അതിൽ കണക്ട് ചെയ്യാം. ഞങ്ങൾ ഈ പ്രോഗ്രാം നടത്താൻ കാരണം ഇത് ഞങ്ങളൊരു മെയിൻ വേറെ പെയ്ഡ് പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനൊന്നും വേണ്ടിയിട്ടല്ല. ഈ പ്രോഗ്രാം നടത്തുന്നത് നമ്മുടെ ഉദ്ദേശം നമ്മളെ ആളുകളായിട്ട് നെറ്റ്വർക്കിംഗ് കൂട്ടി കണക്ട് വിത്ത് പീപ്പിൾ എന്നതാണ് ഒരു മേജർ ആയിട്ടുള്ള ഒരു ഉദ്ദേശം. പിന്നെ ഇത്തരം പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് ആളുകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്, ഞങ്ങളുടെ സർവീസിന്റെ ഭാഗമായിട്ട് ആളുകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്, ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഭാഗമായിട്ട് ഞങ്ങളുടെ പേജിലൊക്കെ ഒന്ന് കയറി, ലിങ്ക്ഡിൻ പേജിലൊക്കെ കയറി നോക്കാം. അതിന്റെ കൂടെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കമന്റ്സ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റീച്ചും കുറച്ചും കൂടെ ഒക്കെ കൂടും. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. 5 മിനിറ്റ് സമയം കൊടുക്കും. സർ, ഞാൻ അസീസ്. ഇതിന്റെ റെക്കോർഡഡ് വീഡിയോ ഒന്ന് ഗ്രൂപ്പിൽ അയക്കാൻ പറ്റുമോ? ക്ലാസ്സിന്റെ റെക്കോർഡഡ് വീഡിയോ അത് നമുക്ക് അപ്ലോഡ് ചെയ്ത ഷെയർ ചെയ്യാം. അതെ അതെ, ആ വീഡിയോസ് അതെ ഇതില് ലിങ്ക്ഡിനിൽ ഷെയർ ചെയ്യുന്നതാണോ ചോദിച്ചത്? അല്ല, ഗ്രൂപ്പിൽ ഇതിന്റെ സെഷന്റെ റെക്കോർഡഡ് വീഡിയോ അയക്കാനല്ലേ ചോദിച്ചത്? ഓക്കെ. അപ്പൊ ഒന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ശേഷം ഞങ്ങൾ ഗ്രൂപ്പിൽ ലിങ്ക് ഷെയർ ചെയ്യാം. അതുപോലെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, നമുക്ക് ഇപ്പൊ വീഡിയോ ലിങ്ക്ഡിനിൽ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മുൻപ് വീഡിയോ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. ഇപ്പം റീല് പോലെ വീഡിയോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അതിന്റെ റീച്ച് വളരെ പെട്ടെന്ന് തന്നെ കൂടാൻ സാധ്യതയുണ്ട്. സോ ലിങ്ക്ഡിൻ വീഡിയോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്.
സർ, ഈ പ്രൊജക്ട്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് കാണിക്കാവോ? ഒന്നുകൂടെ ചോദിക്കാമോ? ക്ലിയർ ആയില്ല. പ്രൊജക്ട്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നൊന്ന് കാണിക്കാവോ? ഓക്കെ, പ്രൊജക്ട്സ് മീൻസ് ഞാൻ yes. ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്സ്മാൻ ആണ്. ഇപ്പോൾ Okay. അങ്ങനെയുള്ള പ്ലാൻസും. ഓക്കെ, ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഹോം എന്ന് ആണെങ്കിൽ നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങളെ പ്രൊഫൈൽ പിക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സ്പെസിഫിക്കലി നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് തന്നെ കയറും. അതിനുശേഷം ഇതിന്റെ എഡിറ്റ് ബട്ടണിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പെൻസിൽ മാർക്ക് ഉണ്ടല്ലോ, അതുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് അതിലേക്ക് ഓരോന്ന് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിൽ എബൌട്ട്, ഫീച്ചേർഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ താഴേക്ക് പോകുന്നുണ്ട്. ആക്ടിവിറ്റീസ്, എക്സ്പീരിയൻസുകൾ ഇവിടെ ആഡ് ചെയ്യാം. പ്രോജക്ട്, എഡ്യൂക്കേഷൻ ഇവിടെ ആഡ് ചെയ്യാം. അതിന്റെ താഴെ എഡ്യൂക്കേഷന് താഴെ പോയാൽ പ്രൊജക്ട്സ് എന്നുണ്ടാവും. അപ്പൊ ഇതിൽ ഈ ഒരു ഇത് കമ്പ്യൂട്ടറിൽ ചെയ്യാണ് നല്ലത്. കൂടുതൽ ഓപ്ഷൻസ് വിസിബിൾ ആവുക കമ്പ്യൂട്ടറിലാണ്. മൊബൈൽ ആപ്പിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് ഓപ്ഷൻസേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് അതിൽ പ്രൊജക്ട്സ് എന്നുള്ളതുണ്ട്. അപ്പൊ അത് ആ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ പ്രൊജക്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ചില പ്രൊജക്ടുകൾ നിങ്ങൾ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോസ്റ്റ് ചെയ്യുക, അതിനുശേഷം പിൻ ചെയ്യാം. പിൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഫീച്ചേർഡ് സെക്ഷനിൽ ഇവിടെ ഫ്രണ്ടിൽ വരും. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇത് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഇത്. ഒരു ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ആണ്. ട്രെയിനേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ്. അപ്പൊ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൽ ഫീച്ചേർഡ് എന്ന് പറഞ്ഞ ഈ മുകളിൽ കാണുന്ന ഫീച്ചർ ഓൺ ടോപ്പ് ഓഫ് പ്രൊഫൈൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ പ്രൊഫൈലിന്റെ ടോപ്പിൽ ആ ഒരു പ്രൊജക്റ്റ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ഏതാണോ മുകളിൽ വരേണ്ട പ്രൊജക്റ്റ് എന്താണോ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഷെയർ ചെയ്തുകൊണ്ട് ഫീച്ചേഴ്സിൽ കൊടുത്താലും പെട്ടെന്ന് ആളുകളിലേക്ക് വരാൻ വേണ്ടി പറ്റും. ഇപ്പൊ തന്നെ ഇത് കണക്ഷൻ റിക്വസ്റ്റിൽ ഒരുപാട് 2-3 കണക്ഷൻ റിക്വസ്റ്റ് ഇത് വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് അത് ആക്സെപ്റ്റ് നോക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. ആരവി ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാനാവും. ഓക്കെ, അപ്പൊ പ്രൊജക്ട് നിങ്ങൾ അതിലൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കമ്പ്യൂട്ടറിൽ ഒന്ന് എടുത്ത് നോക്കിയാൽ ക്ലാരിറ്റി ഉണ്ടാവും. ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മള് ഈ പേര് കൊടുക്കുമ്പോൾ നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയയിലും ഉപയോഗിക്കുന്ന അതേ പേര് കൊടുക്കുന്നതാണോ നല്ലത്, അതോ നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് പേര് അങ്ങനെയാണോ നല്ലത്? ഇതിൽ ഏറ്റവും നല്ലത് പ്രൊഫഷണലി നിങ്ങൾ അറിയപ്പെടാൻ പോകുന്ന ആ ഒരു പേര് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മളൊരു ആക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മമ്മൂട്ടി എന്ന പേരാണല്ലോ അവർ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ മമ്മൂട്ടി എന്നായിരിക്കും ആ ഒരു പ്രൊഫഷണലി വേണ്ട സ്ഥലങ്ങളെല്ലാം കൊടുക്കുന്നുണ്ടാവും. അവരുടെ യഥാർത്ഥ പേര് മുഹമ്മദ് കുട്ടി എന്നുള്ളതായിരിക്കും. അത് പാസ്പോർട്ടിലും സർട്ടിഫിക്കറ്റിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും. അപ്പം അങ്ങനെയുള്ള പേര് കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രൊഫഷനിൽ നല്ലത്. അല്ലെങ്കിൽ ഈ ജോബ് സീക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലത് നിങ്ങളെ സർട്ടിഫിക്കറ്റിലുള്ള പേര് തന്നെ കൊടുക്കുന്നതാണ്. അത് തന്നെ വെരിഫൈ ചെയ്യാനും വേണ്ടി പറ്റും. നിങ്ങൾ ആധാർ കാർഡോ അല്ലെങ്കിൽ പാൻ കാർഡോ എന്തെങ്കിലും കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈല് വെരിഫൈ ചെയ്യാനും കൂടെ വേണ്ടി പറ്റും. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ ഏറ്റവും നല്ലത് നിങ്ങളുടെ ഒറിജിനൽ പേര് തന്നെ കൊടുക്കുന്നതാണ്. നമ്മൾ പ്രൊഫഷണലി ഉപയോഗിക്കുന്ന മറ്റു പേരുകൾ അതിൽ വെരിഫൈ ചെയ്യാൻ സമ്മതിക്കില്ല. വേറെ പേര് ഇപ്പൊ എന്റെ പേര് ആക്ച്വലി വെരിഫൈ ചെയ്യാൻ പറ്റില്ല. എന്റെ റെക്കോർഡിക്കൽ ആയിട്ടുള്ള നെയിം അല്ല. ഇപ്പൊ എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ വിനീത്? എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? ഇപ്പൊ എന്റെ പേരിന്റെ ഇവിടെ ടിക്ക് മാർക്ക് കണ്ടോ? പേരിന്റെ കൂടെ വെരിഫൈഡ് ടിക്ക് ആണത്. ആ വെരിഫൈഡ് ടിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒഫീഷ്യൽ പേരെന്താണോ, നിങ്ങളുടെ ഡോക്യുമെന്റിൽ എന്താണോ നിങ്ങളുടെ പേരുള്ളത് ആ പേര് കൊടുത്താലാണ് വെരിഫൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. അതല്ലെങ്കിൽ ഇപ്പോ നിങ്ങളെ ഒരു സ്ഥലത്തിന്റെ പേരിലാണ് നിങ്ങൾ അറിയപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അതും കൂടെ അതിന്റെ കൂടെ കൂട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വെരിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു ബ്രാൻഡ് നെയിം അങ്ങനെ ആക്കിയിട്ട് അറിയപ്പെടാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മുടെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഈ പേരിൽ നമ്മളെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ ഒരു പ്രൊഫഷൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ? ഞാൻ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. PhD ചെയ്യാം. PhD ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് നിങ്ങളുടെ മീൻസ് എന്നിട്ട് ലിങ്ക്ഡിനിലൂടെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ് ജോബ് കിട്ടാണോ അല്ലെങ്കിൽ ഫ്രീലാൻസ് വർക്ക് ചെയ്യാണോ? ഞാൻ ഫ്രീലാൻസ് ആയിട്ട് പ്രൊജക്റ്റുകൾ അങ്ങനത്തെ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എന്ത് പേരാണ് കൊടുക്കുന്നതെന്ന് ഷെയർ ചെയ്യാൻ പറ്റും? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിന്റെ പേര് മുബസ്സിറാക്കിയെന്നാണ്. പക്ഷെ മറ്റ് സോഷ്യൽ മീഡിയാസിലൊക്കെ മുബസ്സിറ മമ്പാട് എന്നാണ്. ഓക്കെ,
അപ്പോൾ ബിഗിനിങ്ങിൽ നിങ്ങളൊരു ബ്രാൻഡിങ് ഏതാണോ നിങ്ങളുടെ ഒബ്ജക്റ്റീവിനനുസരിച്ച് ചെയ്യാം. മൊത്തത്തിൽ ഒരു സെർച്ച് വിസിബിലിറ്റി കൂടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി കൂടുന്നുണ്ടെങ്കിൽ മുൾബഷറ മമ്പാട് എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെയാണ് എല്ലാ സ്ഥലത്തും കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് തന്നെ ഇവിടെ കൊടുക്കുകയാണ് നല്ലത്. അപ്പൊ നിങ്ങളുടെ വിസിബിലിറ്റി ആയിട്ട് ഒരു കോമൺ ഐഡന്റിറ്റി വരും എല്ലാ സ്ഥലങ്ങളിലും. ഓക്കെ, അപ്പൊ ഇവിടെ അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. പിന്നെ ജോബ് സെർച്ചിനാവുമ്പോൾ ഏറ്റവും നല്ലത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള പേര് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അതിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ചില സർട്ടിഫിക്കറ്റ്സും ചില അത്തരം കാര്യങ്ങൾ കൂടെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ഒറിജിനൽ പേര് തന്നെ ഉണ്ടാവുന്നതാണ് ജോബ് സെർച്ചിൽ കൂടുതലും സപ്പോർട്ട് ചെയ്യാം. ഇനി 1-2 ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ടുണ്ട്. ഗ്രേറ്റ് സെഷൻ. ക്യാൻ യു പ്ലീസ് ഷെയർ യുവർ സെൽഫ് ഡിസ്കവറി ആസ് ആൻ entrepreneur and trainer after pursuing നിമാസ് അഡ്വഞ്ചർ സ്പോർട്സ് ഡിഗ്രി? ഓക്കെ, താങ്ക് യു. അജീഷ് അസ്ലമാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ നിമാസിൽ നിന്ന് മൗണ്ടനിയറിംഗ് കോഴ്സാണ് കഴിഞ്ഞത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിംഗ് ആൻഡ് അഡ്വഞ്ചർ സ്പോർട്സ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. അപ്പൊ ഞാനത് ചെയ്യാൻ കാരണം ഞാൻ ചെയ്യുന്നത് ഔട്ട്ബൗണ്ട് ട്രെയിനിങ്സ് ആണ്. അപ്പം ഞങ്ങളുടെ സ്ഥാപനം മേജറായിട്ട് ഫോക്കസ് ലീഡ് കോർപ്പ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര്. ലീഡ് കോർപ്പ് ഫോക്കസ് ചെയ്യുന്നത് കോർപ്പറേറ്റ് ട്രെയിനിങ്ങിലാണ്. അപ്പൊ കോർപ്പറേറ്റ് ട്രെയിനിങ്ങിൽ തന്നെ കുറച്ചും കൂടെ ഒരു ഇൻകം പോസിബിലിറ്റി. ഇപ്പോൾ സാധാരണ ട്രെയിനിങ്സ് ഒരു ട്രെയിനിങ് ഹാളിലാണ് നടക്കുന്നുണ്ടെങ്കിൽ ഔട്ട്ബൗണ്ട് ട്രെയിനിങ്സ് നടക്കുക നല്ല റിസോർട്ടുകളിലൊക്കെ വെച്ചുകൊണ്ട് ഔട്ട്ഡോറിലേക്ക് പോയിട്ട് ചിലപ്പോൾ ട്രക്കിംഗ്, ഹൈക്കിംഗ്, ടീം ബിൽഡിംഗ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ കുറച്ചും കൂടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഞാൻ നിമാസ് ചെയ്ത ശേഷം നമുക്ക് ഒന്നും കൂടെ ഇതിലൊന്ന് ഓതന്റിക് ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആവാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ് ഒരു കാര്യമുള്ളത്. 2, നമ്മുടെ പ്രൊഫൈൽ ബിൽഡിങ്ങിന് വളരെ ഹെൽപ്ഫുൾ ആയി. കാരണം ഈ ഔട്ട്ബൗണ്ട് ട്രെയിനേഴ്സ് പലപ്പോഴും മൗണ്ടനിയറിംഗ് സർട്ടിഫിക്കേഷനുള്ള ഔട്ട്ബൗണ്ട് ട്രെയിനേഴ്സ് വളരെ കുറവാണ്. അപ്പൊ ഔട്ട്ബൗണ്ട് സർട്ടിഫിക്കേഷൻ, മൗണ്ടനിയറിംഗ് സർട്ടിഫിക്കേഷൻ ആ രീതിയിൽ യൂസ്ഫുൾ ആയി. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാപനത്തിന് ഒരുപാട് ബിസിനസ്സുകളും ട്രെയിനിങ്സ് ഒക്കെ വരാൻ അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, പേഴ്സണലി എനിക്ക് ആ രീതിയിൽ വളരെയധികം സപ്പോർട്ട് ചെയ്യും. ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തു. ഒരു സെക്കൻഡ്, ഈ വീഡിയോയുടെ ലിങ്ക് യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. മൗണ്ടനിയറിംഗ് പഠിക്കാം, മൗണ്ടനിയറിംഗ് അനുഭവങ്ങൾ. ഇത് കമറു ഈ കോഴ്സ് ചെയ്ത ശേഷം വന്നിട്ട് ചെയ്തൊരു വെബിനാറിന്റെ വീഡിയോ, സൂം സെഷന്റെ റെക്കോർഡിംഗ് ആണ്. അതിന്റെ ലിങ്ക് ഞാനിപ്പോ ലാസ്റ്റ് ചാറ്റ് വിൻഡോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്, മാതൃഭൂമി ചെയ്തിട്ട് ഞാൻ അതിന്റെ കോളംസ് ലിങ്കും കൂടെ ഞാൻ ഷെയർ ചെയ്യാം. അതും കൂടെ പിന്നീട് ഷെയർ ചെയ്യാം. ദെൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ, റീസെന്റ് ട്രൈഡ് ലിങ്ക്ഡിൻ ഫോർ പ്രീമിയം ബൈ 0 എന്ന് പറഞ്ഞല്ലോ, അത് എങ്ങനെയാ ആക്റ്റീവ് ആക്കുക? അതില് ലിങ്ക്ഡിന്റെ പ്രീമിയം ഓപ്ഷൻ ഉണ്ട്, പെയ്ഡ് ആണ്. അതിന് മുമ്പ് 1 മന്ത് ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷെ 1 മന്ത് ഫ്രീ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പ്രീമിയം കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. അതല്ല 1 മന്ത് ഫ്രീ മാത്രം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മാസം കഴിയുന്ന സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്താൽ മതി. അപ്പൊ എമൗണ്ട് ക്യാഷ് ഒന്നും പോവില്ല. നിങ്ങൾക്ക് പ്രീമിയം 1 മന്ത് പ്രീമിയം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. പ്രീമിയം യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് ഉണ്ടാവും. അഥവാ നിങ്ങളുടെ പ്രൊഫൈൽ ആരൊക്കെ വന്ന് നോക്കി എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ആളുകൾക്ക് നേരിട്ട് മെസ്സേജ് അയക്കാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ വിസിബിലിറ്റി ഒന്നും കൂടെ കൂടാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ കുറെ ഓപ്ഷൻസ്, ഫീച്ചേഴ്സ് പെയ്ഡ് പ്രീമിയം ഓപ്ഷനിലുണ്ട്. ഓക്കെ, ഈ ഇങ്ങനത്തെ സബ്സ്ക്രിപ്ഷൻസ് എടുക്കുന്ന സമയത്ത് മിക്കവാറും സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ നമ്മൾ ഈ ഫ്രീ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പേയ്മെന്റ്, ഓട്ടോമാറ്റിക് പേയ്മെന്റ് ക്യാൻസൽ ചെയ്ത് ഇടാൻ പറ്റും. അപ്പൊ തന്നെ നമുക്ക് എടുത്ത് അത് ആക്റ്റീവ് ആയ ഉടനെ ക്യാൻസൽ ചെയ്തിടാം. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രയൽ നമുക്ക് 1 മാസത്തേക്ക് കിട്ടും. പിന്നെ ലാസ്റ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നുപോയി ക്യാഷ് പോകാൻ ചാൻസ് ഉണ്ട്. വേറെ ചോദ്യം, താങ്ക് യു. Then വേറെ ചോദ്യം വന്നില്ല, could you please elaborate more on visibility? What are other tips to get more visibility on post other than feature? ഇതില് ലിങ്ക്ഡിനിലെ ഹാഷ്ടാഗ്സും ഒന്നും കൂടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഹാഷ്ടാഗ്സ് ഒരുപാട് വന്ന ശേഷം ഒരു 100 ഹാഷ്ടാഗ്സ് 50 ഹാഷ്ടാഗ്സ് ഒക്കെ ഇട്ട് ആളുകൾ പോസ്റ്റ് ചെയ്ത ശേഷം ഹാഷ്ടാഗ്സ് വല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ലിങ്ക്ഡിനിൽ കുറച്ച് ഹാഷ്ടാഗ്സ് ഒക്കെ 1-2 ഹാഷ്ടാഗ്സ് ഒക്കെ ഇട്ട് റെഗുലർ ആയിട്ട് കുറച്ച് ഹാഷ്ടാഗ്സ് ഇട്ട് കഴിഞ്ഞാൽ റീച്ച് കൂടും. നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളൊരു എന്താ പറയാ, ഒരു ഔട്ട്ബൗണ്ട് ട്രെയിനർ ഇൻ കേരള, അപ്പൊ ഞാൻ ഔട്ട്ബൗണ്ട് ട്രെയിനർ കോർപ്പറേറ്റ് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അത് സെർച്ച് ചെയ്യുമ്പോൾ വരാൻ സാധ്യത കൂടുതലുണ്ട്, വിസിബിലിറ്റി കൂടാൻ സാധ്യതയുണ്ട്. 2, പരമാവധി വിസിബിലിറ്റി കൂടാൻ വേണ്ടിയിട്ട് പരമാവധി നിങ്ങളെ ഫീൽഡിലുള്ള ആളുകളായിട്ട് കണക്ട് ചെയ്യുക. 2, അടുത്തത് ചെയ്യേണ്ടത് അങ്ങോട്ടും കൂടെ പോയിട്ട് എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വിസിബിലിറ്റി നന്നായിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ബിസിനസ് ചെയ്യുന്നു ദുബായ്, അപ്പോൾ കമ്പനി നെയിമിൽ ലിങ്ക്ഡിൻ ചെയ്യണോ അതോ ഇതില് കമ്പനി നെയിമിൽ ചെയ്യണോ അല്ലെങ്കിൽ പേഴ്സണൽ ചെയ്യണോ എന്നുള്ളതാണ്. ഈ പേഴ്സണൽ ഹെൽപ്പ് ചെയ്യാൻ, നമ്മൾ പേഴ്സണൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുക. കമ്പനി ആണെങ്കിൽ കമ്പനിക്കും ചെയ്യാൻ വേണ്ടി പറ്റും. ബിസിനസ് കൊണ്ടുവരാൻ കമ്പനി പ്രൊഫൈൽ ഉണ്ടാവുന്നത് നല്ലതാണ്. നിങ്ങളൊരു ആളുകളെ ഹയർ ചെയ്യുകയാണെങ്കിലും കമ്പനി ചെയ്യുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ കമ്പനി പേജ് തുടങ്ങാൻ വേണ്ടി പറ്റും.
മറ്റേത് പേഴ്സണൽ ബ്രാൻഡിന്. അപ്പൊ രണ്ടും ചെയ്യാം. അപ്പൊ കമ്പനി പേരിൽ കമ്പനിയുടെ പേജായിട്ട്, ബിസിനസ് പേജായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പേഴ്സണലി രണ്ടും ചെയ്യുന്നത് നല്ലതാണ്. കമ്പനി വളരുന്നതിന്റെ കൂടെ നിങ്ങളെ ബ്രാൻഡും കൂടെ വളരുന്നത് യൂസ്ഫുൾ ആയിരിക്കും. താങ്ക് യു. നമ്മുടെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ക്വിക്ക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് എടുത്തുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഇതിനു വേണ്ടി ഒന്ന് ഉപയോഗിക്കാം. എന്നിട്ട് ഈ ഇത്തരം ഡിസ്കഷൻസ് അതിൽ ചെയ്യാം. അപ്പൊ ലിങ്ക്ഡിനായിട്ട് എഴുതിയിട്ടുള്ള, ലിങ്ക്ഡിൻ റിലേറ്റഡ് എഴുതിയ ആർട്ടിക്കിൾസ് ഉണ്ട്, അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അതിന്റെ കൂടെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലൊന്ന് ചോദിക്കാം. കുറച്ച് ദിവസം കൂടെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷന് ഉപയോഗിക്കാം. ദെൻ നിങ്ങൾ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇവിടെയും ഒന്ന് ഷെയർ ചെയ്ത സന്തോഷം. ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറയും കൂടെ ചെയ്താൽ കൂടുതൽ സന്തോഷം. ആർക്കെങ്കിലും ഒന്ന് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാൻ പറ്റിയാൽ. For me, it was very useful. It is very useful, sir. I'm quite new to LinkedIn, and now I got a lot of ideas how to better my visibility and all. Actually, I posted one ad there, but I didn't get any response. So I think it was my mistake. I didn't do it properly. So now I got a lot of ideas from you, Vinny sir and Kamaldeen sir. So I'll be trying my best to connect with more people. I was wondering how can I connect with people whom I do not know. Now it is clear I can connect with people. Thank you. Thank you so much. Kamaru, Vineet and Avshad. Yes, sir. Sir. സാറിന്റെ ഗുരു കൂടിയാണ് കോളേജിലെ. ഒരു ഡബിൾ ഹാപ്പിനെസ് ആണ് അതുകൊണ്ട്. കാരണം നമ്മള് സ്റ്റുഡന്റ് ഇങ്ങനെ ഫ്ലറിഷ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ അതൊരു സന്തോഷമുണ്ട്. പിന്നെ കമറു എനിക്കറിയാം ഒരു സെക്കൻഡ് ജനറേഷനിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട 2-3 പേരിൽ ഒരാൾ കമറുവാണ്. മറ്റേ സുഹൈൽ ഉണ്ട്, പിന്നെ വിനീത്. നിങ്ങളെ ടീം വളരെ ക്രിയേറ്റീവ് ആയിട്ട് ഒരുപാട് സംഗതികൾ ചെയ്യുന്നുണ്ട്, അത് ശ്രദ്ധിക്കുന്നുണ്ട്, ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ഇന്നത്തെ സെഷൻ അതേപോലെ വളരെ ക്ലിയർ, കൂടുതലൊന്നും പറയാനില്ല അതിനെ പറ്റി. ഒരുപാട് സന്തോഷം, എപ്പോഴും കൂടെ ഉണ്ട്. താങ്ക് യു സർ. അപ്പൊ ഒരു ചെറിയൊരു അനൗൺസ്മെന്റ് ഉണ്ട്. നമ്മുടെ അടുത്ത ഒരു ഫ്രീ സെഷൻ ജൂലൈ 8-ാം തീയതി. പ്രധാനമായിട്ട് നമ്മൾ കോച്ചസിനെയും ട്രെയിനേഴ്സിനെയും ഫോക്കസ് ചെയ്തിട്ടുള്ള സെഷനാണ്. ബട്ട് ഇൻ ജനറൽ ഫ്രീലാൻസേഴ്സിന് കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രൈമറി ഫോക്കസ് ആസ് എ കോച്ച് ഓർ എ ട്രെയിനർ എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് അപ്രോച്ചിൽ വർക്ക് ചെയ്യാം. നമ്മളൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ നമ്മളൊരു കോർപ്പറേറ്റ് ഒരു വലിയൊരു കമ്പനിയുടെ അപ്രോച്ചിലോ അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസർ, നമ്മൾ ഒറ്റയ്ക്ക് ഒരു ഫ്രീലാൻസർ എന്നുള്ള നിലയിലോ വർക്ക് ചെയ്യുന്നതിന് പകരം എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറെ പോലെ വർക്ക് ചെയ്യാം എന്നുള്ളതാണ്. എങ്ങനെ നമുക്കൊരു ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസൈനിൽ എത്തിയിട്ടില്ലാത്ത രൂപത്തിൽ തന്നെ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഐഡിയ അല്ലെങ്കിൽ നമ്മുടെ ഒരു സർവീസ് ഐഡിയ നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം, അതെങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം, അത് ഇറ്ററേറ്റ് ചെയ്ത് അതായത് ആളുകളുടെ മുമ്പിൽ അത് പ്രസന്റ് ചെയ്ത് ആളുകളുടെ ഫീഡ്ബാക്ക് എടുത്ത് എങ്ങനെ അതിനെ ഇംപ്രൂവ് ചെയ്യാം, മൾട്ടിപ്പിൾ റോൾസ് എങ്ങനെ ഒരു ഫ്രീലാൻസർ എന്ന നിലയിൽ തന്നെ നമുക്ക് പ്ലേ ചെയ്യാം വിത്തൗട്ട് ബേണിംഗ് ഔട്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കൂടി നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതുപോലെ റെഗുലർ ആയിട്ട് ഞങ്ങൾ ഇത്തരം പ്രോഗ്രാംസ്, ഫ്രീ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. ഒന്ന്, ഈ ട്രെയിനേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഡിഫറെന്റ് പ്രോഗ്രാംസ്, ഫ്രീ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ബിസിനസ്, ഓൺടർപ്രണർഷിപ്പ് പോലുള്ള കാര്യങ്ങളിലൊക്കെ ഫ്രീ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. അതിന് കൂടെ പെയ്ഡ് ആയിട്ടുള്ള, ഞങ്ങളിപ്പോൾ റീസെന്റ് ആയിട്ട് ഇനി വരാൻ പോകുന്ന 1-2 പ്രോഗ്രാംസ്, ഒന്ന് ഔട്ട് ബൗണ്ട് ട്രെയിനിങ്ങിൽ ട്രെയിനേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കൊച്ചിയിലുള്ള നിഹാര റിസോർട്ട് ഉണ്ട്, അവിടെ വെച്ചുകൊണ്ട് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം സെപ്റ്റംബറിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ബാച്ചിൽ ദുർഗ മാം ഒക്കെ കഴിഞ്ഞ ബാച്ചിൽ, രശ്മി വിനോദ് ഉണ്ടായിരുന്നു നമ്മളിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരൊക്കെ കഴിഞ്ഞ ബാച്ചിൽ അറ്റൻഡ് ചെയ്തിരുന്ന ആളുകളാണ്. അപ്പൊ അതേപോലെ ഔട്ട് ബൗണ്ട് ട്രെയിനിങ്ങിൽ ട്രെയിനേഴ്സ് ട്രെയിനിങ് കുറച്ച് ഓതന്റിക് അത്തരം കാര്യങ്ങൾ കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗെയിംസ്, ആക്ടിവിറ്റീസ്, അതിന്റെ ഡീബ്രീഫിംഗ്, അതുപോലെ തന്നെ നിങ്ങളെ സെൽഫ് ബ്രാൻഡ് ചെയ്യാനുള്ള സപ്പോർട്ട്, അത്തരം കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. 2 days പ്രോഗ്രാം ആണ്. ബിക്കം എ സർട്ടിഫൈഡ് ഔട്ട് ബൗണ്ട് ട്രെയിനർ. അത് 13-14 തീയതിയിലാണ് ഓഗസ്റ്റിൽ കൊച്ചിയിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പൊ ഈ ഫോട്ടോസൊക്കെ അതിലെ ഫോട്ടോസ് ആണ്, കഴിഞ്ഞ പ്രോഗ്രാമിലെ ഫോട്ടോസ് ആണ് ഇതിൽ ഉപയോഗിച്ചത്. അപ്പോൾ അതിൽ താല്പര്യമുള്ള ആളുകൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ ഒന്നുള്ളത്, ഞങ്ങൾ വേറെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻഡിവിജ്വൽ കോച്ചിങ്സ് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞത്. കോച്ചിങ്സ് എപ്പോഴും ഇപ്പൊ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടുന്ന് മുകളിലേക്ക് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോച്ചിങ് എടുക്കണം. ഇപ്പൊ നമ്മളൊരു
സ്പോർട്സ് പേഴ്സൺ ആണ്, നന്നായിട്ട് ഓടാൻ കഴിയുന്ന ആളാണെങ്കിൽ ഒരു കോച്ച് ഉണ്ടാകുമ്പോഴാണ് ഒന്നും കൂടെ കപ്പാസിറ്റി തിരിച്ചറിയാനും ഒന്നും കൂടെ വേഗത്തിൽ ഓടാനും കഴിയുന്നത്. അപ്പൊ അതേപോലെ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന പൊസിഷനിൽ ഗ്രോ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സ്റ്റക്ക് ആയി പോയിട്ടുണ്ട്, അത്തരം സിറ്റുവേഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കോച്ചിങ് സർവീസ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ എന്നെയോ വിനീത് ഞങ്ങൾ രണ്ടുപേരും ചെയ്യാറുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ ഒരു ഫസ്റ്റ് സെഷൻ നമുക്കൊരു ഡിസ്കവറി കോൾ പോലെ ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഈ ഫ്രീ സെഷൻ ചെയ്തതുകൊണ്ട് നിങ്ങൾ പെയ്ഡ് സെഷൻ എടുക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അത് കോച്ചിങ് റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഓൺലൈനായിട്ട് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ അത്തരം പ്രോഗ്രാംസിലേക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യാവുന്നതാണ്. കണക്ട് ചെയ്ത് മെസ്സേജ് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരാം. സോ താങ്ക് യു സോ മച്ച് ഫോർ ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. യെസ് വിനീത്, എന്തെങ്കിലും നമുക്ക് ഇല്ല, ഒന്നുമില്ല, സന്തോഷം എല്ലാവരും വന്നതിൽ, എല്ലാവരും നമ്മൾ പറഞ്ഞ പോലെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ സന്തോഷം. തുടർന്നും നമ്മളുടെ പ്രോഗ്രാമുകളിൽ വീണ്ടും എല്ലാവരെയും കാണാമെന്നുള്ള ആഗ്രഹത്തോടു കൂടി, പ്രതീക്ഷയോടു കൂടി ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. കമറുവിന് ഒരിക്കൽ കൂടി ഒരു വലിയ നന്ദി, സന്തോഷം പങ്കുവയ്ക്കുന്നു. ഈ സെഷനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ഞാൻ കമറു ചെയ്യുന്ന അത്രയും സ്ട്രോങ് ആയിട്ട് ലിങ്ക്ഡിൻ ഇംപ്രൂവ് ചെയ്ത് പോകുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ ഇങ്ങനെ ഓരോ തവണയും ഇത്തരം സെഷൻസിൽ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഓക്കെ അത് പോയി ചെയ്യണം, ഇത് പോയി ചെയ്യണം എന്നുള്ള ചില കാര്യങ്ങൾ തോന്നുകയും പോയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ എനിക്കും അത് യൂസ്ഫുൾ ആയിരുന്നു. അതിലൊരു ചെറിയ കാര്യം കൂടെ ആഡ് ചെയ്യണം എനിക്ക് തോന്നുന്നു. ഞാൻ ഈ ലിങ്ക്ഡിൻ യൂസ് ചെയ്ത ശേഷമാണ് ആദ്യം കേരളത്തിൽ മാത്രം ട്രെയിനിങ് ചെയ്യുന്നത്. ഇപ്പൊ പുറത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരാറുണ്ട്, പഞ്ചാബിലും ഡൽഹിയിലും. നിങ്ങളുടെ പ്രൊഫൈൽ നോക്കിയാൽ മനസ്സിലാവും. അതൊക്കെ വരുന്നത് ലിങ്ക്ഡിൻ ത്രൂ ആണ്. ഇപ്പൊ റീസെന്റ് ഇനിയിപ്പോ അടുത്ത മാസം ബാംഗ്ലൂരിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, അതൊക്കെ വന്നത് ലിങ്ക്ഡിൻ ത്രൂ ആണ്. അപ്പോൾ ലിങ്ക്ഡിൻ ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഡിഫറൻസ് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതും കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാന്നുള്ള രീതിയിലാണ് ഇന്നത്തെ പ്രോഗ്രാമിൽ ചെയ്തത്. താങ്ക് യു വിനീത്. യെസ്, അപ്പൊ എല്ലാവരും വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. Good night.